بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما وأصلح لنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين. اللهم اغفر لنا ذنبنا كله دقه وجله وأوله وآخره وعلانيته وسره. اللهم إنا نعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك. اللهم إنا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الأعداء. اللهم إنا نسألك خير هذه الليلة وخير ما فيها، نصرها وفتحها ونورها وبركتها وهداها، ونعوذ بك من شر هذه الليلة ومن شر التي قبلها ومن شر التي بعدها. أما بعد. സഹോദരങ്ങളെ, സൂറത്തു അൽ ബഖറയുടെ തഫ്സീറാണ് നമ്മൾ പഠിച്ചു വരുന്നത്. ഈ സൂറത്തിൻ്റെ തുടക്കത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല 4 ആയത്തുകൾ മുഅ്മിനുകളെക്കുറിച്ച് പറയുകയുണ്ടായി. 2 ആയത്തുകൾ കാഫിറുകളെക്കുറിച്ച് പറയുകയുണ്ടായി. ഇതിന് ശേഷമുള്ള 13 ആയത്തുകൾ മുനാഫിഖുകളെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ആ ഭാഗം ആരംഭിക്കുന്ന ആയത്ത് മുതലാണ് ഇന്ന് നമുക്ക് വിശദീകരിക്കാനുള്ളത്. ومن الناس من يقول آمنا بالله وباليوم الآخر وما هم بمؤمنين يخادعون الله والذين آمنوا وما يخدعون إلا أنفسهم وما يشعرون في قلوبهم مرض فزادهم الله مرضا ولهم عذاب أليم بما كانوا يكذبون. അള്ളാഹു സുബ്ഹാനഹു വ തആല മുനാഫിഖുകളെക്കുറിച്ച് നോക്കൂ, ഇത്രയധികം ആയത്തുകളിൽ ഈ സൂറത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞത് അവരെ കൊണ്ടുള്ള ഉപദ്രവം മുസ്ലിം ഉമ്മത്തിന് മറ്റേത് കൂട്ടരെക്കാളും വലുതാണ്. നിഫാഖ് എന്നു പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരാളുടെ വാക്കും പ്രവൃത്തിയും രണ്ടും രണ്ടാവുക, ഒരാളുടെ ഉള്ളും പുറവും വേറെ വേറെയാവുക, രഹസ്യവും പരസ്യവും വ്യത്യസ്തമാവുക. അതാണ് നിഫാഖ്. ചുരുങ്ങിയ ഭാഷയിൽ പറഞ്ഞാൽ നിഫാഖ് 2 ഇനമുണ്ട്. നിഫാഖ് എന്നത്, കാപട്യം എന്നത് 2 ഇനമുണ്ട്. ഒന്ന് ഇഅ്തിഖാദി അഥവാ വിശ്വാസത്തിലെ നിഫാഖ്. 2 അമലി, അതായത് പ്രവർത്തനങ്ങളിൽ വരുന്ന നിഫാഖ്. ആദ്യത്തേത് നിഫാഖുൽ അക്ബറാണ്, വലിയ നിഫാഖാണ്, ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന നിഫാഖാണ്. ആ മുനാഫിഖുകൾ ഇസ്ലാമിനുള്ളിലല്ല, മറിച്ച് ഇസ്ലാമിന് പുറത്താണ്. രണ്ടാമത്തേത് നിഫാഖു അൽ അസ്ഗർ, നിഫാഖുൽ അമലി എന്ന് പറയുന്നത് കർമ്മങ്ങളിലെ നിഫാഖ് എന്ന് പറയുന്നത് അത് ചെറിയ നിഫാഖാണ്. അവർ മുസ്ലിമീങ്ങൾ തന്നെ, പക്ഷേ നിഫാഖിൻ്റെ ചില അടയാളങ്ങൾ അവരിൽ ഉണ്ട്. ആദ്യത്തെ വിഭാഗം ആളുകളെന്നാൽ അവർ മുസ്ലിമീങ്ങളെയല്ല, അള്ളാഹുലോ പരലോകത്തിലോ അവർക്ക് വിശ്വാസമില്ല, മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അവർ വിശ്വസിക്കുന്നില്ല, മറിച്ച് അങ്ങനെ വിശ്വസിക്കുന്നു എന്ന് നാവ് കൊണ്ട് പറയുക മാത്രം. അതാണ് ഖുർആനിൽ അള്ളാഹു പറഞ്ഞത്, ഇദാ ജാഅക്കൽ മുനാഫിഖൂന ഖാലു നശ്ഹദു ഇന്നക ലറസൂലുള്ളാഹ് വല്ലാഹു യഅലമു ഇന്നക ലറസൂലുഹു വല്ലാഹു യശ്ഹദു ഇന്നൽ മുനാഫിഖീന ലകാദിബൂൻ. ഇദാ ജാഅക്കൽ മുനാഫിഖൂൻ, നബിയെ അങ്ങയുടെ അരികിൽ മുനാഫിഖുകൾ വന്നാൽ, ഖാലു അവർ പറയും, ഇന്നക നശ്ഹദു ഇന്നക ലറസൂലുള്ളാഹ്, താങ്കൾ അള്ളാഹുവിൻ്റെ റസൂലാണെന്ന് ഞങ്ങൾ ഇതാ സാക്ഷ്യം വഹിക്കുന്നു. അള്ളാഹു യഅലമു ഇന്നക ലറസൂലുഹു, അള്ളാഹുവിനറിയാം
നബിയെ അങ്ങ് അള്ളാഹുവിൻ്റെ റസൂലാണെന്ന്. വല്ലാഹു യശ്ഹദു ഇന്നൽ മുനാഫിഖീന ലകാദിബൂൻ, മുനാഫിഖുകൾ കളവ് പറയുന്നു എന്ന് അള്ളാഹു സാക്ഷ്യം വഹിക്കുന്നു. അങ്ങ് അള്ളാഹുവിൻ്റെ റസൂലാണെന്ന് അവർ വിശ്വസിക്കുന്നു എന്നവർ പറയുന്നത് കളവാണ്. അപ്പോൾ നോക്കൂ, കളവ് അവരുടെ പ്രധാനപ്പെട്ട അടയാളമാണ്. ഈ മുനാഫിഖുകളെ കുറിച്ചാണ് അള്ളാഹു ഖുർആനിൽ എന്തു പറഞ്ഞത്? ഇന്നൽ മുനാഫിഖീന ഫി ദർക്കിൽ അസ്ഫലി മിനൻ നാർ വലൻ തജിദ ലഹും നസീറ. ഇന്നൽ മുനാഫിഖുകൾ ഫി ദർക്കിൽ അസ്ഫലി മിനൻ നാർ, നരകത്തിൻ്റെ അടിത്തട്ടിലാണ്. വലൻ തജിദ ലഹും നസീറ, അവർക്കൊരു സഹായിയും നീ കാണുകയില്ല. ചിന്തിച്ചു നോക്കൂ, കുഫാറുകൾക്കും മുശ്രിക്കുകൾക്കും താഴെ നരകത്തിൻ്റെ ഏറ്റവും താഴെയുള്ള ദർക്കിൽ, അടിത്തട്ടിലാണ് മുനാഫിഖുകൾ. അഥവാ ഈ ഇനം മുനാഫിഖുകളെ കുറിച്ചാണ് പറഞ്ഞത്. എന്നാൽ രണ്ടാമത്തെ ഇനം നിഫാഖ്, അത് അമലിലെ പ്രവർത്തനങ്ങളിലെ നിഫാഖാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയത്തുൽ മുനാഫിഖി തലാസ്, മുനാഫിഖിൻ്റെ അടയാളം 3 എണ്ണമാണ്. ഇദ ഹദ്ദഥ കദബ്, വഇദ വഅദ അഖ്ലഫ്, വഇദ അതുമിന ഖാൻ. സംസാരിച്ചാൽ കളവ് പറയും, വാഗ്ദാനം നൽകിയാൽ ലംഘിക്കും, വിശ്വസിക്കപ്പെട്ടാൽ വഞ്ചിക്കും. മറ്റു ചില റിവായത്തുകളിൽ ചില അടയാളങ്ങൾ കൂടി കാണാം. വഇദ ആഹദ ഗദർ, കരാർ ചെയ്താൽ കരാർ ലംഘിക്കും. വഇദ ഖാസമ ഫജർ, തർക്കമുണ്ടായാൽ അന്യായമായ വഴി തർക്കം ജയിക്കാൻ ഉപയോഗിക്കും. വഇദ ഖാസമ ഫജർ. ഈ അടയാളങ്ങളെല്ലാം ഒരുപോലെ ഒരു മുസ്ലിമിൽ ഒത്തുവരിക എന്നത് സംഭവിക്കുകയില്ല എന്നാണ്. ഇതെല്ലാം ഒത്തുവരിക ഒരു മുനാഫിഖിലാണ്. എന്നാൽ മുഅ്മിനീങ്ങളിൽ ഇതിൻ്റെ എല്ലാം അംശങ്ങൾ ഉണ്ടായേക്കാം. അതുകൊണ്ട് ഒരാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയില്ല. പക്ഷെ അവൻ വളരെ സൂക്ഷിക്കേണ്ട വലിയ അപകടത്തിലാണുള്ളത്. ഇതുപോലെ കുഫാറുകളുടെയും മുശ്രിക്കുകളുടെയും ചില സ്വഭാവങ്ങൾ അവരുടെ സ്വഭാവങ്ങളായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറഞ്ഞ സ്വഭാവങ്ങളിൽ ചിലത് മുസ്ലിമീങ്ങളിൽ സംഭവിച്ചേക്കാം. അതുകൊണ്ട് അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നില്ല. ഇസ്ലാമിൽ നിന്ന് അവൻ പുറത്തു പോവുക അവൻ്റെ ഈമാനിൻ്റെ അടിവേര് തന്നെ പിഴുതു കളയുന്ന കാര്യങ്ങൾ അവനിൽ സംഭവിച്ചാലാണ്. അള്ളാഹു അല്ലാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക, ഈമാനിൻ്റെ അടിത്തറകളിൽ ഏതെങ്കിലും ഒന്നിനെ നിഷേധിക്കുക പോലെയുള്ള കാര്യങ്ങൾ സംഭവിച്ചാൽ. നോക്കൂ, നിഫാഖ് എന്നത് ഇസ്ലാമിക സമൂഹത്തിൽ ഉണ്ടായത് മദീന ഹിജറക്ക് ശേഷമായിരുന്നു. നോക്കൂ, ഈ സൂറത്ത്, അതുകൊണ്ടാണ് മക്കയിൽ അവതരിപ്പിക്കപ്പെട്ട സൂറത്തുകളിൽ നമുക്ക് എന്ത് കാണുകയില്ല? മുനാഫിഖുകളെ കുറിച്ചുള്ള പരാമർശം പൊതുവെ കാണുകയില്ല. മദീനയിൽ അവതരിപ്പിക്കപ്പെട്ട സൂറത്തുൽ ബഖറ മദനീയത്തായ സൂറത്താണ്. കാരണം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വരുന്നതിന് മുമ്പ് മക്കയിൽ മുനാഫിഖുകൾ ഉണ്ടായിരുന്നില്ല. മറിച്ച് നേരെ തിരിച്ചാണ് ഉണ്ടായിരുന്നത്. നേരെ തിരിച്ച്, അതായത് ഈമാൻ ഉള്ളിൽ ഒളിപ്പിക്കുകയും പുറമേക്ക് അത് വെളിപ്പെടുത്താതിരിക്കുകയും ചെയ്ത ആളുകളുണ്ടായിരുന്നു. ഉള്ളിൽ ഈമാനുണ്ട്, പക്ഷെ പുറമേക്ക് വെളിപ്പെടുത്താതെ ഇസ്ലാം മറച്ചു വെച്ച് ജീവിച്ച ആളുകൾ മക്കയിൽ ഉണ്ടായിരുന്നു. കാരണം ഇസ്ലാമും മുസ്ലിമീങ്ങളും അന്ന് പ്രതാപമുള്ള അവസ്ഥയിലായിരുന്നില്ല എന്നതുകൊണ്ട്. എന്നാൽ മദീന ഹിജറ സംഭവിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വരുമ്പോൾ മദീനയിൽ 2 അറബ് ഗോത്രങ്ങളും 3 യഹൂദ ഗോത്രങ്ങളുമായിരുന്നു ഉണ്ടായിരുന്നത്. 2 അറബ് ഗോത്രങ്ങൾ, ഒന്ന് ഔസ്, രണ്ടാമത്തേത് ഖസ്റജ്. 3 യഹൂദ ഗോത്രങ്ങൾ, ബനു ഖൈനുഖാ, ബനു നദീർ, അതുപോലെ ബനു ഖുറൈദ. ഇതിൽ ബനു ഖുറൈദ ഗോത്രക്കാർ, ബനു ഖുറൈദ എന്ന യഹൂദ ഗോത്രം ഖസ്റജ് ഗോത്രക്കാരുടെ അറബികളിലെ ഖസ്റജികളുടെ കൂടെയായിരുന്നു, ആ കക്ഷിയിലായിരുന്നു. ഔസും ഖസ്റജും പരസ്പരം ശത്രുക്കളായിരുന്നു. അവർ തമ്മിൽ ദീർഘമായ വർഷങ്ങൾ നീണ്ടുനിന്ന ബുആത്ത് പോലെയുള്ള യുദ്ധങ്ങളുണ്ടായിരുന്നു. ബുആത്ത് പോലെയുള്ള യുദ്ധങ്ങൾ, സുദീർഘമായ യുദ്ധങ്ങൾ ഔസും ഖസ്റജും തമ്മിൽ ഉണ്ടായിരുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഈ ജാഹിലിയത്തിനെ, ഈ കക്ഷിത്തത്തെയാണ് അള്ളാഹു റബ്ബുൽ ആലമീൻ ഇല്ലാതാക്കി തീർത്തത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ ഈമാനിൻ്റെ ചരടിൽ മുത്തുമണികളെപ്പോലെ കോർത്തെടുക്കുകയുണ്ടായി. അള്ളാഹു പറഞ്ഞു,
വലാകിന്ന അല്ലാഹ അല്ലഫ ബൈനഹും. അള്ളാഹു പറഞ്ഞു, നബിയെ, ലൗ അൻഫഖ്ത മാ ഫിൽ അർദ് ജമീഅൻ മാ അല്ലഫ്ത ബൈന ഖുലൂബിഹിം വലാകിന്ന അല്ലാഹ അല്ലഫ ബൈനഹും വഅല്ലഫ ബൈന ഖുലൂബിഹിം. അള്ളാഹു മുഅ്മിനീങ്ങളുടെ ഹൃദയങ്ങൾ തമ്മിൽ ഇണക്കമുണ്ടാക്കിയിരിക്കുന്നു. വനബിയെ ലൗ അൻഫഖ്ത മാ ഫിൽ അർദ് ജമീഅൻ, അങ്ങ് ഭൂമിയിലെ സ്വത്ത് മുഴുവൻ ചെലവഴിച്ചാൽ പോലും മാ അല്ലഫ്ത ബൈന ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങൾക്കിടയിൽ ഇണക്കമുണ്ടാക്കാൻ നബി അങ്ങേക്ക് സാധിക്കുകയില്ല. വലാകിൻ അല്ലാഹ അല്ലഫ ബൈനഹും, അള്ളാഹു അവർക്കിടയിൽ അവരുടെ ഹൃദയങ്ങളെ കൂട്ടിയിണക്കി. ഹൃദയത്തിൽ സ്നേഹമുണ്ടാക്കി, ഇണക്കമുണ്ടാക്കി എന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം സാധിക്കുന്ന കാര്യമാണ്. കാരണം അവൻ്റെ വിരലുകൾക്കിടയിലാണ് മനുഷ്യരുടെ മുഴുവൻ ഹൃദയം. അവർ തമ്മിൽ ഈമാനിൻ്റെ സ്നേഹം പോലെ മറ്റൊരു സ്നേഹവുമില്ല. ഈമാനിൻ്റെ പേരിൽ പരസ്പരമുള്ള സ്നേഹം പോലെ മറ്റൊരു സ്നേഹം ലോകത്ത് ഇല്ല. അതുപോലെ ഉജ്ജ്വലമായ ഒരു മാനദണ്ഡം സ്നേഹിക്കാൻ മറ്റൊന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഔതഖു ഉറൽ ഈമാൻ അൽ ഹുബ്ബു ഫില്ലാഹ് വൽ ബുഗ്ദു ഫില്ലാഹ്. ഔതഖു ഉറൽ ഈമാൻ, ഈമാനിൻ്റെ ഏറ്റവും ബലവത്തായ കയറാണ് അൽ ഹുബ്ബു ഫില്ലാഹ് വൽ ബുഗ്ദു ഫില്ലാഹ്. അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള സ്നേഹവും അള്ളാഹുവിൻ്റെ മാർഗത്തിലെ വെറുപ്പവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അഹബ്ബ ലില്ലാഹ് വ അബ്ഗദ ലില്ലാഹ് വ അഅതാ ലില്ലാഹ് വ മനഅ ലില്ലാഹ് ഫഖദ് ഇസ്തക്മല അൽ ഈമാൻ. ആരാണോ അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുകയും അള്ളാഹുവിന് വേണ്ടി വെറുക്കുകയും അള്ളാഹുവിന് വേണ്ടി കൊടുക്കുകയും അള്ളാഹുവിന് വേണ്ടി കൊടുക്കാതിരിക്കുകയും ചെയ്തത്, ഫഖദ് ഇസ്തക്മല അൽ ഈമാൻ, അവൻ ഈമാൻ പൂർത്തീകരിച്ചിരിക്കുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിതനായപ്പോൾ ഔസും ഖസറജും തമ്മിൽ പിന്നെ കക്ഷിത്വവും ഭിന്നിപ്പുമില്ല. ഈമാനിൽ അവർ ഒരുപോലെ, ഈ കാലങ്ങളിൽ യുദ്ധം ചെയ്തവർ ഒരുപോലെ സഹോദരങ്ങളായി പരസ്പരം ജീവിക്കുകയുണ്ടായി. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ മുഅ്മിനീങ്ങൾക്ക് നൽകിയ വലിയ അനുഗ്രഹമായി ഖുർആനിൽ എടുത്തു പറഞ്ഞ കാര്യമാണത്. അള്ളാഹു നിങ്ങളെ സഹോദരങ്ങളാക്കി. നിങ്ങൾ ശത്രുക്കളായിരുന്നതിന് ശേഷം അള്ളാഹു നിങ്ങളെ സഹോദരങ്ങളാക്കി. നിങ്ങൾ നരകക്കുഴിയുടെ വക്കിലായിരുന്നു, അള്ളാഹു നിങ്ങൾ അവിടെ നിന്ന് രക്ഷപ്പെടുത്തിയെടുത്തു. സുബ്ഹാനല്ലാഹ്, ആലോചിച്ച് നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പോൾ ഔസും ഖസറജും ഗോത്രങ്ങൾ ശത്രുക്കളായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന യഹൂദികളാകട്ടെ അവരുടെ പൊതുവെയുള്ള പതിവ് പോലെ ഈ രണ്ട് കക്ഷികളെയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുതയിൽ സഹകരിച്ചുകൊണ്ട് യഹൂദികളിൽ ചിലർ ഖസറജ് ഗോത്രത്തിൻ്റെ കൂടെ, ബനു ഖൈനുഖ ഖസറജികളുടെ കൂടെ, അതേസമയം ബനു നദീറും ബനു ഖുറൈദയും ഔസ് ഗോത്രത്തിൻ്റെ കൂടെ, ഇങ്ങനെയായിരുന്നു അവർ ഉണ്ടായിരുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടേക്ക് വന്ന ഉടനെയും മദീനയിൽ മുനാഫിഖുകൾ ഉണ്ടായിരുന്നില്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുമായിട്ടൊക്കെ കരാറുണ്ടാക്കിയാണ് വന്ന ഉടനെ ചെയ്തത്. എന്നാൽ ബദർ യുദ്ധം സംഭവിച്ചു. ബദറിൽ മുസ്ലിമീങ്ങൾക്ക് ആ ഉന്നതമായ ഉജ്ജ്വലമായ വിജയം ഉണ്ടായതോടെ ഇസ്ലാമിൻ്റെ കീർത്തി അത് വാനോളമുയർന്നു. മുസ്ലിമീങ്ങൾ അങ്ങേയറ്റം ഇസ്സത്തുള്ളവരായി. കാരണം അവരുടെ മൂന്നിരട്ടി വരുന്ന എല്ലാ ആയുധങ്ങളുമായി വന്ന മക്കയിലെ ആളുകളെയാണ്, ഖുറൈശികളുടെ തലവന്മാരെയാണ് മുസ്ലിമീങ്ങൾ പരാജയപ്പെടുത്തിയത്. അതോടെ നോക്കൂ, ഉള്ളിൽ വിശ്വാസമില്ലാത്ത ചിലർ ഇസ്ലാമിലേക്ക് വന്നാലുള്ള ആനുകൂല്യങ്ങളും മറ്റും പ്രതീക്ഷിച്ചുകൊണ്ട് ഇസ്ലാം പുറമേക്ക് അഭിനയിക്കുകയുണ്ടായി. അവരുടെ നേതാവ് അബ്ദുല്ലാഹ് ബിൻ ഉബൈ ബിൻ സലൂൽ എന്ന ഒരുവനായിരുന്നു. മദീനക്കാരനായ ഖസ്റജ് ഗോത്രക്കാരനായ ആളായിരുന്നു അബ്ദുല്ലാഹ് ബിൻ ഉബൈ ബിൻ സലൂൽ. അബ്ദുല്ലാഹ് ബിൻ ഉബൈ ബിൻ സലൂൽ അയാൾ നേരത്തെ ഔസ് ഖസ്റജ് ഗോത്രങ്ങൾക്കിടയിൽ, രണ്ട് ഗോത്രങ്ങൾക്കിടയിലും ഒരു പൊതു സ്വീകാര്യത ഉള്ള ആളായിരുന്നു. അതുകൊണ്ട് തന്നെ അയാളെ അവരുടെ മുഴുവൻ നേതാവാക്കാനും മദീനയുടെ ഭരണാധികാരിയാക്കാനും ഏതാണ്ട് അവിടെയുള്ള ആളുകൾ ഒരു തീരുമാനത്തിലെത്തിയിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ടേക്ക് കടന്നു വന്നത്. അതോടെ ഇയാളുടെ ആ ചിത്രം തന്നെ മാഞ്ഞുപോയി. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കാൾ പിന്നെ ആരെ മുസ്ലിമീങ്ങൾ ഇനിയൊരു നേതാവായി അവിടെ നിശ്ചയിക്കാനാണ്? ഇയാളുടെ ഈ അവസരം നഷ്ടമായി. ഇതിൽ ഇയാൾക്ക് മുസ്ലിമീങ്ങളോട് വലിയ പകയുണ്ടായിരുന്നു. അബ്ദുല്ലാഹ് ബിൻ ഉബൈ ബിൻ സലൂലിന് വലിയ പകയുണ്ടായിരുന്നു. അപ്പോൾ ആദ്യകാലത്ത് ഇയാൾ ഇസ്ലാം സ്വീകരിച്ചില്ല.
യഹൂദികളിലും വളരെ എണ്ണം പറഞ്ഞ വിരലെണ്ണാവുന്ന ആളുകളെ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതിലൊരാളാണ് മഹാനായ സഹാബി അബ്ദുല്ലാഹിബ്നു സലാം റളിയല്ലാഹു അൻഹു. യഹൂദരിലെ വലിയ പണ്ഡിതനായിരുന്നു അബ്ദുല്ലാഹിബ്നു സലാം റളിയല്ലാഹു അൻഹു. ബദ്ർ യുദ്ധം ഉണ്ടായതിന് ശേഷം അബ്ദുല്ലാഹി ഉബൈ സലൂൽ മനസ്സിൽ പറഞ്ഞു, ഇത് ഒരു പ്രതാപം ലഭിച്ച, വിജയം ലഭിച്ച ഒരു വിഭാഗമാണ്, ഇനി ഇവരുടെ കൂടെ ചേരുന്നത് പോലെ നിൽക്കാം എന്ന് പറഞ്ഞ് അയാൾ പുറമേക്ക് ഇസ്ലാം അഭിനയിച്ചു, മുസ്ലിമായി എന്ന് പറഞ്ഞു. എന്നാൽ ഉള്ളിൽ യാതൊരു ഇസ്ലാം ഉണ്ടായിട്ടില്ല. അതോടൊപ്പം അയാളുടെ അതേ ചിന്താഗതിയുള്ള അയാളുടെ അനുയായികളായ പലരും ഇതുപോലെ തന്നെ ഇസ്ലാം അഭിനയിച്ചുകൊണ്ട് മുസ്ലിമീങ്ങൾക്കിടയിലേക്ക് കടന്നു വന്നു. ഇക്കൂട്ടരുടെ ഉപദ്രവങ്ങൾ പിന്നീട് ധാരാളമായി മുസ്ലിമീങ്ങൾ ഏൽക്കേണ്ടി വന്നു. ഔസ് ഖസ്റജ് ഗോത്രങ്ങളിലും അതുപോലെ അഹ്ലുൽ കിതാബിൽ നിന്നുമാണ് മുനാഫിഖുകൾ ഉണ്ടായത്. ഔസ് ഖസ്റജ് ഗോത്രങ്ങളിൽ നിന്നും അതുപോലെ അഹ്ലുൽ കിതാബിൽ നിന്നുമാണ് മുനാഫിഖുകൾ ഉണ്ടായിരുന്നത്. എന്നാൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ വന്ന മുഹാജിറുകളായ ആളുകളിൽ ഒരൊറ്റ മുനാഫിഖ് പോലും ഉണ്ടായിരുന്നില്ല. കാരണം അവർ എല്ലാം അള്ളാഹുവിന് വേണ്ടി ഉപേക്ഷിച്ചിട്ടാണ് മദീനയിലേക്ക് വന്നത്. അഭിനയം എന്തെന്ന് അവർക്ക് അറിയുകയില്ല. ഔസ് ഖസറജ് ഗോത്രക്കാരായ മദീനക്കാരായ ആളുകൾക്കിടയിലാണ് ഈ മുനാഫിഖുകൾ എന്ന വിഭാഗം പ്രത്യക്ഷപ്പെട്ടത്. നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെക്കുറിച്ച് എത്രയോ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളിൽ വിവരിച്ചിരിക്കുന്നു. അവരെക്കുറിച്ച് ഒരുപാട് പറഞ്ഞ, അവരുടെ തൊലി ഉരിച്ച സൂറത്താണ് പരിശുദ്ധ ഖുർആനിലെ സൂറത്തു തൗബ. നിങ്ങൾ ആ സൂറത്ത് എടുത്ത് നോക്കിയാൽ കാണാം, വമിൻഹും 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 എന്നിങ്ങനെ പറഞ്ഞ്, എന്താണ് വമിൻഹും എന്ന് പറഞ്ഞാൽ, അവരിൽ ഇങ്ങനെയുള്ള ആളുകളുണ്ട്, അവരിൽ ഇങ്ങനെയുള്ള ആളുകൾ, അവരിൽ ഇക്കൂട്ടരുണ്ട് എന്നിങ്ങനെ പറഞ്ഞ് അള്ളാഹു അവരുടെ സ്വഭാവങ്ങൾ, അവരുടെ രീതികൾ പറഞ്ഞ് ഒരു മുനാഫിഖിന് നിൽക്കക്കള്ളിയില്ലാത്ത രൂപത്തിൽ അള്ളാഹു അവരുടെ സ്വഭാവങ്ങൾ വിവരിച്ചത് സൂറത്ത് തൗബയിൽ കാണാം. നമ്മൾ ഓരോരുത്തരും ആ സൂറത്ത് ശ്രദ്ധയോടെ ഓതുകയും അത് പഠിക്കുകയും ചെയ്യണം. എന്തിനു വേണ്ടി? നിഫാഖ് നമ്മിൽ വന്നു ചേരാതിരിക്കാൻ. നിഫാഖിനെ നമ്മൾ വളരെയധികം സൂക്ഷിക്കേണ്ടതുണ്ട്. നിഫാഖിനെ ഭയപ്പെടുന്നവനാണ് മുഅ്മിൻ. മുനാഫിഖിൻ്റെ വലിയ അടയാളങ്ങളിലൊന്നാണ് അവൻ നിഫാഖ് പേടിക്കുകയില്ല. ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് പറയുകയുണ്ടായി, മാ ഖാഫഹു ഇല്ല മുഅ്മിൻ വമാ അമിനഹു ഇല്ല മുനാഫിഖ്. നിഫാഖ് മുഅ്മിൻ മാത്രമേ പേടിക്കുകയുള്ളൂ. അതേക്കുറിച്ച് പേടിയില്ലാതിരിക്കുക ആർക്കാണ്? മുനാഫിഖിനാണ്. അതുകൊണ്ട് അത് നമ്മൾ പേടിക്കണം. അത് ഈ ഉമ്മത്തിൽ എല്ലാ കാലവും മുനാഫിഖുകൾ ഉണ്ടാകും. എല്ലാ കാലവും മുനാഫിഖുകൾ ഉണ്ടാകും, യാതൊരു സംശയവുമില്ല. അവരുടെ എണ്ണം ഒരുപാടുണ്ടാകും. പണ്ട് കാലത്ത് സലഫുകളുടെ കാലത്ത് ഒരാൾ ദുആ ചെയ്യുകയായിരുന്നു. അയാൾ ദുആ ചെയ്തു, അല്ലാഹുവേ മുനാഫിഖുകളെ മുഴുവൻ നശിപ്പിക്കണമേ. അപ്പോൾ അദ്ദേഹത്തോട് സലഫുകളിൽ നല്ലവരായ മുൻഗാമികളിൽ ഒരാൾ ഹുദൈഫ റളിയല്ലാഹുവിൽ നിന്ന് തന്നെ ഈ റിവായത്ത് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. സലഫുകളിൽ ഒരാൾ ഈ ദുആ കേട്ടപ്പോൾ പറഞ്ഞു, മോനെ മുനാഫിഖുകളെ മുഴുവൻ നശിപ്പിക്കണമെന്നാണ് ദുആ ചെയ്യുന്നത്. അപ്പോൾ പറഞ്ഞു, മോനെ മുനാഫിഖുകളെ മുഴുവൻ അള്ളാഹു നശിപ്പിച്ചാൽ ഈ വഴിയിലൂടെയൊക്കെ നടക്കുമ്പോൾ നീ ഒറ്റപ്പെട്ടു പോകും. എന്താ അതിനർത്ഥം? അത്രയും ആളുകളുണ്ട് എന്നാണ്. അങ്ങാടിയിലൂടെയൊക്കെ നടക്കുമ്പോൾ നീ ഏകാന്തനായി പോകും എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാണ്. സുബ്ഹാനല്ലാഹ്. ആലോചിച്ച് നോക്കുക, അത്രയധികം നിഫാഖ് ഉമ്മത്തിൽ പഴയ കാലം മുതലേ ഉണ്ട് എന്നാണ്. അതുകൊണ്ട് നമ്മൾ വളരെയധികം സൂക്ഷിക്കുക. ആ സ്വഭാവം, നിഫാഖിൻ്റെ അടയാളങ്ങൾ വരുന്നത് സൂക്ഷിക്കുക. നമ്മൾ ഓരോരുത്തരും നമ്മിലേക്ക് തിരിഞ്ഞു നോക്കുക. അബ്ദുല്ലാഹിബ്നു അബി മുലൈക്ക റഹിമഹുല്ലാഹ് എന്ന മഹാനായ താബിഈ പറഞ്ഞത് കാണാം, അദ്റക്തു 30 മിൻ അസ്ഹാബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുല്ലുഹും യഖാഫു അലാ നഫ്സിഹി നിഫാഖ്. ഞാൻ നബിയുടെ സഹാബിമാരിൽ 30 സഹാബിമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരെല്ലാവരും അവരവരുടെ കാര്യത്തിൽ നിഫാഖ് പേടിച്ചിരുന്നു എന്ന്. മനസ്സിലായില്ലേ? അബ്ദുല്ലാഹിബ്ൻ അബി മുലൈക്ക കണ്ട സഹാബിമാരെക്കുറിച്ച് ഇബ്നു ഹജർ അസ്ഖലാനി പറഞ്ഞത് കാണാം. അബ്ദുല്ലാഹിബ്ൻ മുലൈക്ക കണ്ടത് കിബാറുകളായ സഹാബിമാരാണ്. പ്രായം കുറഞ്ഞ, നബിയുടെ കൂടെ ചെലവഴിച്ച കാലം കുറഞ്ഞ സഹാബിമാരല്ല, മറിച്ച്
അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹുവിനൊക്കെ പോലെയുള്ള കിബാറുകളായ സഹാബത്തിനെ കണ്ട ആളാണ് ആര്? അബ്ദുല്ലാഹ് ബിൻ അബി മുലൈക്ക എന്ന താബിഈ. അദ്ദേഹമാണ് ഈ പറയുന്നത്. നിങ്ങളെല്ലാവരും കേട്ടിട്ടുള്ളതായിരിക്കും ഹുദൈഫയോട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചെന്ന് ചോദിച്ച ചോദ്യം. ലാ ഇലാഹ ഇല്ലല്ലാഹ്, എന്തൊരു ചോദ്യമാണ്. ഹുദൈഫ സാഹിബു സിർറി റസൂലില്ലാഹ് എന്നറിയപ്പെടുന്ന സഹാബിയാണ്, നബിയുടെ രഹസ്യ സൂക്ഷിപ്പുകാരൻ. ഹുദൈഫക്ക് അതിന് വലിയ കഴിവുണ്ടായിരുന്നു. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുനാഫിക്കുകളെ കുറിച്ചുള്ള ചില വിവരങ്ങൾ അള്ളാഹു അറിയിച്ചു കൊടുത്തത് ഹുദൈഫക്ക് പ്രത്യേകമായി നബി പറഞ്ഞു കൊടുത്തിരുന്നു. പിൽക്കാലത്ത് ചില ആളുകൾ മരണപ്പെട്ടാൽ ഹുദൈഫ മയ്യിത്ത് നിസ്കാരത്തിന് വരുന്നുണ്ടോ എന്ന് ഉമർ ഇബ്നുൽ ഖത്താബിനെ പോലെയുള്ള സഹാബിമാർ നോക്കുമെന്നാണ്. ഹുദൈഫ വരുന്നുണ്ടെങ്കിൽ ആൾ മുനാഫിഖല്ല എന്ന് മനസ്സിലാക്കാം. ഹുദൈഫ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ അത് മുനാഫിഖായിരിക്കും എന്ന നിലക്ക് സഹാബിമാർ മയ്യിത്ത് നിസ്കാരത്തിന് വന്നിരുന്നില്ല എന്നാണ്. ഈ ഹുദൈഫയോട് ഈ വിവരം അറിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ ഉമർ വന്ന് ചോദിച്ച ചോദ്യം കേട്ടിട്ടുണ്ടാവും, എൻ്റെ പേര് അതിലുണ്ടോ എന്ന്. എൻ്റെ പേര് അതിലുണ്ട്. ഹുദൈഫ പറഞ്ഞു, ഇനി ഒരാൾക്കും ഞാൻ ഈ തസ്കിയത്ത് നിങ്ങൾ മുനാഫിഖല്ല എന്ന ഈ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുകയില്ല, നിങ്ങളുടെ പേര് അതിലില്ല. സുബ്ഹാനല്ലാഹ്, ആലോചിച്ച് നോക്കി, ആരാണ് ഈ പേടിക്കുന്നത്? ആരാണ് ഈ പേടിക്കുന്നത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ് പേടിക്കുന്നത്. അതുകൊണ്ട് മുനാഫിഖുകളെ, നിഫാഖിനെ നമ്മൾ വളരെ വളരെയധികം സൂക്ഷിക്കുക. സലഫുകളിൽ, മുൻഗാമികളിൽ ചിലർ പറയുകയുണ്ടായി, എൻ്റെ വാക്കിനെ എൻ്റെ പ്രവർത്തനവുമായി തട്ടിച്ചു നോക്കുമ്പോഴെല്ലാം, എൻ്റെ വാക്കിനെ എൻ്റെ പ്രവൃത്തിയുമായി തട്ടിച്ചു നോക്കുമ്പോഴെല്ലാം ഞാൻ മുനാഫിഖാണോ എന്നെനിക്ക് തോന്നാതിരുന്നിട്ടില്ല. നോക്കൂ നിങ്ങൾ, എൻ്റെ വാക്കിനെ പ്രവൃത്തിയുമായി തട്ടിച്ചു നോക്കുമ്പോഴൊക്കെ എനിക്ക് തോന്നുകയാണ് ഞാനൊരു മുനാഫിഖാണോ എന്ന്. ഇത് വളരെയധികം നമ്മൾ പേടിക്കേണ്ട കാര്യമാണ്. നിഫാഖിനെ ഏറെ ഭയപ്പെടുക. മുനാഫിഖുകളുടെ അടയാളങ്ങൾ നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. ഇത് നിഫാഖിൻ്റെ അടയാളമാണ് എന്ന് കേട്ടാൽ അതിൽ നിന്ന് മാറി നിൽക്കാൻ വളരെയധികം ശ്രദ്ധിക്കുക. നിഫാഖിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വളരെ വലിയ വഴികളിലൊന്നാണ് അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുക എന്നത്. അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുക. കാരണം മുനാഫിഖുകൾ അള്ളാഹുവിനെ അല്പം മാത്രമേ ഓർക്കുകയുള്ളൂ. അള്ളാഹു അവരെക്കുറിച്ച് പറഞ്ഞു, ഇന്നൽ മുനാഫിഖീന യുഖാദിഊന അല്ലാഹ വഹുവ ഖാദിഉഹും വഇദാ ഖാമു ഇല الصلاة ഖാമു കുസാല യുറാഊന الناس വലാ യദ്കുറൂന അല്ലാഹ ഇല്ലാ ഖലീല. മുനാഫിഖുകൾ അള്ളാഹുവിനെ കബളിപ്പിക്കാൻ ശ്രമിക്കുന്നു. അള്ളാഹു അവരെയാണ് കബളിപ്പിക്കുന്നത്. അവർ നിസ്കരിക്കാൻ നിന്നാൽ മടിയന്മാരായി ആളുകളെ കാണിക്കാനാണ് നിൽക്കുക. വലാ യദ്കുറൂന അല്ലാഹ ഇല്ലാ ഖലീല. അള്ളാഹുവിനെ അല്പം മാത്രമേ അവർ ഓർക്കുകയുള്ളൂ. പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, ഇതുകൊണ്ടാവാം സൂറത്തുൽ മുനാഫിഖൂൻ അതിൻ്റെ അവസാന ഭാഗം എങ്ങനെയാണ് റബ്ബ് അവസാനിപ്പിച്ചത്? യാ അയ്യുഹല്ലദീന ആമനു ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ലാഹ് മൻ യഫ്അൽ ദാലിക ഫൗലായിക ഹുമുൽ ഖാസിറൂൻ. മുഅ്മിനുകളെ, നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ സന്താനങ്ങളും അള്ളാഹുവിൻ്റെ ദിക്റിൽ നിന്ന് അശ്രദ്ധയിലാക്കാതിരിക്കട്ടെ. സലഫുകളിൽ ചിലർ മുനാഫിഖുകളെ കുറിച്ച് പറഞ്ഞത്, ഖവാരിജികളെ കുറിച്ച് അവർ മുനാഫിഖുകളാണോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട് അത്ര സലഫുകളിൽ ചിലർ, അവർ മുനാഫിഖുകളല്ല. കാരണം മുനാഫിഖുകൾ എന്ത് ചെയ്യുകയില്ല, അള്ളാഹുവിനെ ഇങ്ങനെ സ്മരിക്കുകയില്ല. ഖവാരിജികൾ അദ്കാറുകൾക്കൊക്കെ വലിയ അറിയപ്പെട്ട, ഇബാദത്തുകൾക്കൊക്കെ അറിയപ്പെട്ട ആളായിരുന്നു. അവരുടെ പിഴവ് വേറെയാണ്. അവരുടെ പിഴവ് വേറെ പിഴവാണ്. ബിദ്അത്താണ് അവരുടെ പിഴവ്. മനസ്സിലായില്ല? എല്ലാ മുബ്തദിയും എന്താകണമെന്നില്ല, മുനാഫിഖാകണമെന്നില്ല. നിഫാഖ് വേറെ തന്നെയാണ്. അല്ല, അവർ മുനാഫിഖുകളാവാൻ വഴിയില്ല. എന്താണ് കാരണം? അള്ളാഹിനെ ദിക്ർ ചെയ്യുന്നവരാണ് എന്ന് പറഞ്ഞത് കാണാം. ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ള പാഠം, ദിക്റുല്ലാഹ്, അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കുക എന്നത് നിഫാഖിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വളരെ പ്രധാനപ്പെട്ട വഴിയാണ്. ഇഖ്ലാസ് ഉള്ളവരാവുക, വാക്കിലും പ്രവൃത്തിയിലുമെല്ലാം. ആളുകളെ കാണിക്കാൻ, ആളുകളെ കേൾപ്പിക്കാൻ ജീവിക്കാതിരിക്കുക. റിയാ അവരുടെ പ്രധാനപ്പെട്ട അടയാളമാണ്, മുനാഫിഖുകളുടെ അടയാളമാണ്. ശക്ക് അവരുടെ വളരെ പ്രധാനപ്പെട്ട അടയാളമാണ്. ദീനിനെക്കുറിച്ച് സംശയം വെച്ച് പുലർത്തി നടക്കുക. അതുപോലെ സ്ഥിരതയില്ലായ്മ അവരുടെ വളരെ പ്രധാനപ്പെട്ട അടയാളമാണ്. ഉള്ളും പുറവും വേറെ വേറെ ആവുക എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുനാഫിഖിനെ
ഉപമിച്ചത് കാണാം. കശാത്തിൽ ഹായർ, രണ്ട് കൂട്ടം ആടുകളുണ്ട്. ഈ രണ്ട് കൂട്ടത്തിലും പെടാതെ കൂട്ടം തെറ്റിയ ആടിനെ പോലെയാണ് മുനാഫിഖ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കാരണം അതിനറിയില്ല ഇത് ആരെ കൂടെ നിൽക്കണം. ഇടയ്ക്ക് ഈ കൂട്ടത്തിൻ്റെ കൂടെ മേയും, ഇടയ്ക്ക് ഇപ്പുറത്തുള്ള കൂട്ടത്തിൻ്റെ കൂടെ മേയും. മുസ്ലിമീങ്ങളുടെ കൂടെ ശരീരം കൊണ്ടുണ്ടാകും, കുഫാറുകളുടെ കൂടെ മനസ്സുകൊണ്ട് അവരുടെ കൂടെ ആയിരിക്കും. ഇതെല്ലാം ഇവരുടെ അടയാളങ്ങളാണ്. നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെക്കുറിച്ച് പറയുകയാണ് ഈ സൂറത്തിൽ. വമിനന്നാസി, ജനങ്ങളിലുണ്ട്, മൻ യഖൂലു, പറയുന്നവർ. എന്തു പറയുന്നവർ? ആമന്ന ബില്ലാഹ്, അള്ളാഹുവിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, വബിൽ യൗമിൽ ആഖിർ, അന്ത്യദിനത്തിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, വമാഹും ബിമുഅ്മിനീൻ, എന്നാൽ അവർ മുഅ്മിനുകളല്ല. അപ്പോൾ നോക്കൂ, അവരുടെ വാക്ക് തെറ്റാണ്, കളവാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. മറിച്ച് അവർ ഇത് മുസ്ലിമീങ്ങളെ വഞ്ചിക്കാൻ വേണ്ടി പറയുന്നതാണ്. അതാണ് അടുത്ത ആയത്തിലുള്ളത്. യുഖാദിഊന അല്ലാഹ വല്ലദീന ആമനു, അവർ അള്ളാഹുവിനെ കബളിപ്പിക്കാൻ ശ്രമിക്കുന്നു, വല്ലദീന ആമനു, വിശ്വസിച്ചവരെ മുഅ്മിനീങ്ങളെയും കബളിപ്പിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ വമാ യഖ്ദഊൻ, അവർ കബളിപ്പിക്കുന്നില്ല ഇല്ല അൻഫുസഹും, അവരെ തന്നെ അല്ലാതെ, അവരെ തന്നെയാണ് അവർ കബളിപ്പിക്കുന്നത്. വമാ യശ്ഉറൂൻ, എന്നാൽ അവരത് തിരിച്ചറിയുന്നില്ല. ഇവിടെ നോക്കൂ, അള്ളാഹുവിനെ വഞ്ചിക്കാൻ ശ്രമിക്കുന്നു എന്നവരെക്കുറിച്ച് എന്തിനാണ് പറഞ്ഞത്? കാരണം ഈ ഖൗം അവരുടെ അങ്ങേയറ്റത്തെ ജഹല് കൊണ്ട്, വിവരക്കേട് കൊണ്ട് ധരിക്കുകയാണ് ഇങ്ങനെ നടന്നാൽ അള്ളാഹുവെങ്കിലും അവർക്കത് പ്രയോജനപ്പെടും എന്ന്. അള്ളാഹുവെങ്കിലും പ്രയോജനപ്പെടുമെന്ന് അത് ഖുർആനിൽ അള്ളാഹു പറഞ്ഞത് കാണാം. അള്ളാഹു അവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചാൽ അവർ അള്ളാഹുവിനോട് സത്യം ചെയ്തു പറയും. കമാ യഹ്ലിഫൂന ലക്കും, നിങ്ങളോട് സത്യം ചെയ്തു പറയുന്നത് പോലെ. വയഹ്സബൂന അന്നഹും അലാ ഷൈ, അവർ വിചാരിക്കും ഞങ്ങൾ എന്തോ രക്ഷപ്പെട്ടു പോയിരിക്കുന്നു എന്ന്. സുബ്ഹാനല്ലാഹ്, പരലോകത്ത് അള്ളാഹുവിനോട് അവർ സത്യം ചെയ്തു പറയും എന്നാണ്. നോക്കൂ, അന്ത്യനാളിൽ അള്ളാഹു അവർക്ക് ദുനിയാവിൽ അവർ സ്വീകരിച്ചതുപോലെയുള്ള ശിക്ഷയാണ് നൽകുക എന്നതാണ്. എന്താണത്? അതായത് കുഫാറുകളും മുശ്രിക്കുകളുമെല്ലാം പൊതുവെ സിറാത്ത് പാലം കടക്കുന്നതിനു മുൻപേ തന്നെ അവർ നരകത്തിൽ അകപ്പെടും എന്നാണ്. സിറാത്തിന് മുകളിലൂടെ അവർ കടന്നു പോവുകയില്ല എന്നതാണ് ധാരാളം പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുള്ള കാര്യം. മറിച്ച് സിറാത്തിന് മുകളിലൂടെ കടന്നു പോവുക ആരാണ്? ഞാൻ മുസ്ലിമാണ് എന്ന് നാവ് കൊണ്ട് പറഞ്ഞവരാണ്. അതിൽ ആരൊക്കെ ഉൾപ്പെടും? യഥാർത്ഥ മുസ്ലിമീങ്ങളും വരും, മുനാഫികളും ഉൾപ്പെടും എന്നാണ്. അങ്ങനെ സുബ്ഹാനല്ലാഹ്, സിറാത്തിനരികിൽ വെച്ച് അള്ളാഹു റബ്ബുൽ ആലമീൻ അവരുടെ വെളിച്ചം, അത് കടന്നു പോകാൻ വെളിച്ചമാണ്, അള്ളാഹു അവരുടെ വെളിച്ചം കെടുത്തിക്കളയും. അതുവരെ അവർ പരലോകത്ത് മുഅ്മിനീങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നതുപോലെ, ദുനിയാവിലുണ്ടായിരുന്നതുപോലെ പരലോകത്തും ഞങ്ങൾ ഇപ്പോൾ അവരുടെ കൂടി ഇങ്ങനെ രക്ഷപ്പെട്ടു പോകും എന്നവർക്ക് അള്ളാഹു തോന്നിപ്പിക്കുമെന്നാണ്. സൂറത്തുൽ ഹദീദിൽ അള്ളാഹു ഇക്കാര്യം പറഞ്ഞത് കാണാം, ഇത് സൂചിപ്പിച്ചത് കാണാം. അവർക്ക് ഈ ഇരുട്ട് അവരുടെ മുന്നിൽ വീണാൽ അവർ മുഅ്മിനീങ്ങളെ വിളിക്കും, എന്നിട്ട് പറയും, നിങ്ങൾ ഞങ്ങളെ ഒന്ന് നോക്കൂ, നഖ്തബിസ് മിൻ നൂരിക്കും, നിങ്ങളുടെ വെളിച്ചത്തിൽ നിന്ന് അല്പം ഞങ്ങൾ എടുത്തോട്ടെ, കുറച്ച് ഞങ്ങളൊന്ന് കൊളുത്തിയെടുത്തോട്ടെ. അലം നകും മഅക്കും, ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നില്ലേ? എന്നാൽ മുഅ്മിനീങ്ങൾ അവരോട് മറുപടി പറയും, ഖാലു ബല വലാകിന്നകും ഫതൻതും അൻഫുസകും വതറബ്ബസ്തും വർതബ്തും വഗറത്കുമുൽ അമാനി ഹത്താ ജാഅ അംറുല്ലാഹ് വഗറക്കും ബില്ലാഹിൽ ഗറൂർ. അല്ല, മറിച്ച് നിങ്ങൾ സംശയിച്ച് നിന്ന്, നിങ്ങൾ മുസ്ലിമീങ്ങൾക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നിങ്ങനെ കാത്തുനിന്ന്, ആരാണ് വിജയം എങ്കിൽ അങ്ങോട്ടേക്ക് ചായാം എന്ന് വിചാരിച്ചിട്ടിങ്ങനെ കാത്തുനിന്ന ആളുകളായിരുന്നു. നിങ്ങൾ വഞ്ചനയിലകപ്പെട്ടു, ശൈത്താൻ നിങ്ങളെ വഞ്ചിച്ചിരിക്കുന്നു. എന്നിട്ട് അവരോട് പറയും, നിങ്ങൾ പോകൂ, എന്നിട്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ പ്രകാശം അന്വേഷിച്ചോളൂ എന്ന് പറയും. അവർ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടും എന്നാണ്. സുബ്ഹാനല്ലാഹ്, നോക്കൂ, ദുനിയാവിൽ എന്താണോ ചെയ്തത് അതുപോലെ ആണ് അവർക്ക് പരലോകത്ത് ലഭിക്കുക എന്നാണ്. നോക്കൂ, മുസ്ലിമീങ്ങൾക്ക് ആപത്തുണ്ടായാൽ, മുസ്ലിമീങ്ങൾക്ക് പ്രയാസമുണ്ടായാൽ, മുസ്ലിമീങ്ങളുടെ ദൗർബല്യത്തിൻ്റെ കാലത്താണ് മുനാഫിക്കുകൾ പുറത്തേക്ക് ചാടുക. അപ്പോൾ അവൻ സംസാരിക്കാൻ തുടങ്ങും. അവൻ നേരെ എതിർഭാഗത്തു നിന്ന് മുസ്ലിമീങ്ങൾക്കെതിരിൽ സംസാരിക്കുന്നത് കാണാം.
നമുക്കിത് ഏത് കാലത്തും മുസ്ലിം ഉമ്മത്തിൽ നമുക്ക് കാണാം. ഇസ്ലാമിൻ്റെ എതിർചേരിയിൽ നിന്ന് മുസ്ലിമീങ്ങളെ പരിഹസിക്കാൻ, ദീൻ പാലിക്കുന്നവരെ പരിഹസിക്കാൻ ഒക്കെ നിലകൊള്ളുന്ന ആളുകളെ കാണാം. അവർ പുകഴ്ത്തുക, പ്രശംസിക്കുക കുഫറിനെയും അതിൻ്റെ ആളുകളെയും അവരുടെ സംസ്കാരത്തെയും ഒക്കെ ആയിരിക്കും. മുസ്ലിമീങ്ങളോടും ഇസ്ലാമിനോടും അതിൻ്റെ ചിഹ്നങ്ങളോടുമൊക്കെ അവർക്ക് ഒരുതരം പുച്ഛമായിരിക്കും. ധീരരാണെന്നൊക്കെ വാദിക്കും, പക്ഷേ യഥാർത്ഥത്തിൽ ശരിയായ ഭീരുക്കളാണ്. ഭീരുത്വം അവരുടെ പ്രധാനപ്പെട്ട അടയാളമാണ്. ഒരിക്കലും ധൈര്യമുണ്ടാവുകയില്ല മുനാഫിക്കുകൾക്ക്. കഅന്നഹും ഖുശുബും മുസന്നദ, ചാരി വെച്ച മരത്തടി പോലെ എന്നാണ് അള്ളാഹു പറഞ്ഞത്. എപ്പോൾ വേണമെങ്കിലും വീണാം. അവരിങ്ങനെ നോക്കി നിൽക്കും, മനസ്സിലായില്ലേ? എന്നിട്ട് മുസ്ലിമീങ്ങളെ സഹായിക്കേണ്ട സമയത്ത് പിന്മാറിക്കളയും. ഉഹദിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശത്രുക്കളെ നേരിടാൻ 1000 പേരെയും കൊണ്ടാണ് പോയത്, 1000 ആളുകളെ. എന്നിട്ടോ യുദ്ധം തുടങ്ങാറായി, പുറപ്പെട്ടു. വഴിക്ക് വെച്ച് അബ്ദുല്ലാഹിബ്നു ഉബൈ ബിൻ സലൂൽ പറയുകയാണ്, യുദ്ധം നടക്കും ഞങ്ങൾക്ക് തോന്നുന്നില്ല, ഞങ്ങൾ തിരിച്ചു പോകണം. 300 ആളുകൾ തിരിച്ചുപോയി. നോക്കൂ നിങ്ങൾ, ആ നിർണായക ഘട്ടത്തിൽ, സുപ്രധാനമായ ഘട്ടത്തിൽ കൈവിടുകയാണ്. ഇതവരുടെ സ്വഭാവമായിരിക്കും. സഹായിക്കേണ്ട നേരത്ത് കൈവിട്ട് കളയുക, മുസ്ലിമീങ്ങളെ കൈവിട്ട് കളയുക. എന്നിട്ട് അവർ പറഞ്ഞു, ഖാലു ലൗ നഅലമു ഖിതാലൻ ലത്തബഅനാകും, യുദ്ധമുണ്ടാകുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ നിങ്ങളെ കൂടെ വരുമായിരുന്നു, യുദ്ധമൊന്നും നടക്കും ഞങ്ങൾക്ക് തോന്നുന്നില്ല. ഇങ്ങനെയുള്ള ന്യായം പറഞ്ഞ് മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിക്കുക. അതുപോലെ തബൂക്കിൻ്റെ സമയത്ത് അവർ പറഞ്ഞത് കാണാം, ഇത് നല്ല ചൂടാണ്, ചൂട് കാലത്ത് ഞങ്ങൾക്ക് നബിയുടെ കൂടെ ഇത്രയും ദൂരെ പോവുക എന്നത് സാധ്യമല്ല. അള്ളാഹു അവരോട് മറുപടി പറഞ്ഞു. സൂറത്തു തൗബയിൽ നമുക്ക് കാണാം, ഖുൽ നാറു ജഹന്നമ അശദ്ദു ഹർറ, പറയൂ നബിയെ, നാറു ജഹന്നമ അശദ്ദു ഹർറ, നരകത്തി ഏറ്റവും ചൂടുള്ളതാണ്, ഏറ്റവും ചൂടുള്ളതാണ്. അള്ളാഹു റബ്ബുൽ ആലമീൻ അവരെ അങ്ങേയറ്റം അവരുടെ തൊലി ഉരിച്ച സൂറത്താണത് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അതുപോലെ എന്നാൽ നോക്കൂ, ഇതെല്ലാം ഉണ്ട് എങ്കിലും ശ്രദ്ധിക്കുക, ഇക്കാര്യം ശ്രദ്ധിക്കുക, ഇതെല്ലാം ഉണ്ടെങ്കിലും തനി ഉള്ളിൽ കുഫറാണ് ഉള്ളത് എങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുർത്തദ്ദുകൾക്ക് നൽകുന്ന ശിക്ഷ, വധശിക്ഷയോ മറ്റോ മുനാഫിഖുകൾക്ക് നൽകുകയുണ്ടായിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അതേക്കുറിച്ച് ചോദിച്ചു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക് സുബ്ഹാനല്ലാഹ്, വളരെ 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 നമ്മൾ ശ്രദ്ധിക്കേണ്ട വാക്കാണ്. മനസ്സിലായില്ലേ? നമ്മെക്കൊണ്ട് മുസ്ലിമീങ്ങൾക്കൊരു പേരുദോഷം, ഇസ്ലാമിക ദഅവത്തിനൊരു തടസ്സം ഉണ്ടാകാതിരിക്കാൻ നമ്മൾ വളരെ ശ്രദ്ധിക്കണമെന്ന പാഠം ആ വാക്കിലുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്ലാമിൻ്റെ ശത്രുക്കൾ മുഹമ്മദ് ഇതാ സ്വന്തം ആളുകളെ കൊല്ലുന്നു എന്ന് പറയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്ക് നോക്കൂ നിങ്ങൾ, ഇത്രയും വലിയ ഉപദ്രവകാരികളാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുഹമ്മദ് സ്വന്തം ആളുകൾ അസ്ഹാബിനെ തന്നെ കൊന്നുകളയുന്നു എന്ന് ആളുകൾ പറയുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അള്ളാഹു അവരെക്കുറിച്ച് പറഞ്ഞു, ഓ നബിയെ, ഇൻ തസ്തഗ്ഫിർ ലഹും 70 മറ ഫലൻ യഗ്ഫിർ അല്ലാഹു ലഹും, നബി അങ്ങ് അവർക്ക് വേണ്ടി 70 തവണ പാപമോചനം തേടിയാലും അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കാൻ പോകുന്നില്ല. എന്നിട്ട് ഈ മുനാഫികളുടെ തലവൻ അബ്ദുല്ലാഹിബ്നു ഉബൈ ബിൻ സലൂൽ മരണപ്പെട്ടപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളുടെ ജനാസയിൽ പങ്കെടുക്കുകയാണ്, അയാളുടെ ഖബറിൻ്റെ അരികിൽ വരികയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നബിയുടെ കുപ്പായത്തിൽ പിടിച്ച് വലിക്കുന്നു. ഉമർ പറഞ്ഞു, നബിയെ ഇതാരാണ്? അയാൾ അന്ന് ഇങ്ങനെ പറഞ്ഞിട്ടില്ല, അങ്ങനെ ഇങ്ങനെ നബിയെ പിടിച്ചു വലിച്ചതിൽ എനിക്ക് തന്നെ പിന്നെ അത്ഭുതം തോന്നിയെന്ന് ഉമർ പറഞ്ഞത് കാണാം. എനിക്കന്ന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ധൈര്യം തോന്നി എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമർ ഇന്നി ഖുയ്യിർതു ഫഖ്തർതു, ഉമർ അള്ളാഹു എനിക്ക് തിരഞ്ഞെടുക്കാൻ അവസരം തന്നു, ഞാൻ തിരഞ്ഞെടുത്തു. കാരണം അള്ളാഹു എന്നോട് പറഞ്ഞു, നബിയെ നിങ്ങൾ പാപമോചനം തേടിയാലും ശരി ഇല്ലെങ്കിലും ശരി എന്നാണ്. ഞാൻ പാപമോചനം തേടാൻ തീരുമാനിച്ചു. 70 തവണ തേടിയാലും പൊറുക്കില്ല എന്ന് പറഞ്ഞു. 70 അതിലധികം ചെയ്താൽ അള്ളാഹു പുറത്തു കൊടുക്കുമെങ്കിൽ ഞാൻ അധികം ചെയ്തേനെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനങ്ങളോടുള്ള നസീഹത്തും അവരോടുള്ള കാരുണ്യവും നോക്കൂ. എന്നിട്ട് അബ്ദുല്ലാഹിബ്നു ഉബൈ ബിൻ സലൂലിന് കഫൻ, പുടവ, വസ്ത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മകൻ ആവശ്യപ്പെട്ട, മകൻ നല്ല മുഅ്മിനായിരുന്നു, ഈ കൊടിയ മുനാഫിഖിൻ്റെ മകൻ മുഅ്മിനായിരുന്നു.
മുഅ്മിൻ ഈ മകൻ ആവശ്യപ്പെട്ടത് പ്രകാരം മകൻ്റെ മനസ്സ് വ്രണപ്പെടുത്താതിരിക്കുക എന്നതുകൂടി കണക്കിലെടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസ്ത്രം കൊടുത്തു എന്നാണ്. കാരണം അതിൽ ഒരു പകരത്തിനു പകരം ഉണ്ടായിരുന്നു. കാരണം ഈ അബ്ദുല്ലാഹി ബിൻ ഉബൈ ബിൻ സലൂൽ എന്ന മുനാഫിഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃ സഹോദരൻ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് ബദറിൽ ബന്ദിയായി പിടിക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് വസ്ത്രമില്ലാതെ ഇരുന്നു, വസ്ത്രമില്ലായിരുന്നു. അപ്പോൾ അബ്ദുല്ലാഹി ബിൻ ഉബൈ ബിൻ സലൂലായിരുന്നു അബ്ബാസിന് വസ്ത്രം കൊടുത്തു. സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഇയാൾ മരണപ്പെട്ടപ്പോൾ പകരം ചെയ്തു എന്നാണ്. സുബ്ഹാനല്ലാഹ്, സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയാണ് ചെയ്തത്. പക്ഷേ അല്ലാഹു റബ്ബുൽ ആലമീൻ ആ വിഷയത്തിൽ ഉമറിൻ്റെ നിലപാടിനെ ശരിവെച്ച് ആയത്ത് അവതരിപ്പിക്കുകയുണ്ടായി. സൂറത്ത് തൗബയിൽ അല്ലാഹു പറഞ്ഞു, വലാ തുസല്ലി അലാ അഹദിൻ മിൻഹും മാത അബദൻ വലാ തഖും അലാ ഖബ്രിഹി. നബിയെ, അവരിൽ ഒരാൾ മരിച്ചാൽ ഒരിക്കലും അവന് അങ്ങ് മയ്യത്ത് നിസ്കരിക്കരുത്, താങ്കൾ മയ്യത്ത് നിസ്കരിക്കരുത്, അവൻ്റെ ഖബറിങ്കൽ നിൽക്കരുത്. അല്ലാഹു റബ്ബുൽ ആലമീൻ ആര് പറഞ്ഞത് ശരിവെച്ചു? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ശരിവെച്ചു. ഉമറിൻ്റെ പ്രത്യേകതകളിൽ ഒന്നാണ് അത്. മുവാഫഖാത്തു ഉമർ എന്നതിന് പറയും. ഉമറിൻ്റെ അഭിപ്രായം ശരിവെച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആനിൽ പല ആയത്തുകൾ ഇറങ്ങിയിട്ടുണ്ട്. മനസ്സിലായില്ല? കാരണം ഉമർ മുഹദ്ദഥകളിൽപ്പെട്ട ആളാണ്. മുഹദ്ദത്ത് എന്ന് പറഞ്ഞാൽ അവരുടെ നാവിലൂടെ സത്യം വെളിപ്പെടും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലൗ കാന ബഅദി നബി ലകാന ഉമർ. എനിക്ക് ശേഷം ഒരു നബി ഉണ്ടാകുമായിരുന്നെങ്കിൽ അതാരായനെ? ഉമറായനെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അതുകൊണ്ടാണ്. കാരണം നാവിലൂടെ സത്യം വെളിപ്പെടും. ഹക്ക് മുൻകൂട്ടി കണ്ട് അത് പറയാനുള്ള പ്രത്യേകമായ തൗഫീഖ് ഉമറുണ്ടായിരുന്നു. ഉമറിൻ്റെ ശ്രേഷ്ഠതയാണത്, ഉമറിൻ്റെ ഫضലാണ്. പക്ഷേ എന്തല്ല, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മുകളിലുള്ള ഫضലല്ല. ഉമറിൻ്റെ ഫضൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ താഴെയാണ്. മനസ്സിലായില്ലേ? ചില ആളുകൾക്ക് ചില വിഷയത്തിൽ കൂടുതൽ ഫضലുണ്ട് എന്നതുകൊണ്ട് എന്താവുന്നില്ല, എല്ലാ നിലക്കും അഫ്ദലാണ് എന്ന് വരികയില്ല. ചിലർക്ക് ചില വിഷയത്തിൽ കൂടുതൽ ഫضൽ ഉണ്ടാവും. പക്ഷെ അതുകൊണ്ട് എന്താവില്ല, ഏറ്റവും അഫ്ദലായ ആൾ അദ്ദേഹമാകണമെന്നില്ല. ഈ ഉമ്മത്തിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ അഫ്ദൽ അബൂബക്കർ സിദ്ദീഖാണ്, പിന്നെ ഉമറാണ് റളിയല്ലാഹു അൻഹുമ ഷെയ്ഖാൻ. ഈ ഉമ്മത്തിലെ രണ്ട് ഷെയ്ഖുമാർ, സയ്യിദ കുഹൂലി അഹ്ലിൽ ജന്ന, സ്വർഗത്തിലെ മധ്യവയസ്കരുടെ നേതാക്കന്മാർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് രണ്ടുപേരെ. ആരെ? ഹസനെയും ഹുസൈനെയും സയ്യിദ ശബാബി അഹ്ലിൽ ജന്ന, സ്വർഗത്തിലെ യുവാക്കളുടെ നേതാക്കൾ എന്ന് പറഞ്ഞതുപോലെ. കുഹൂൽ, ഷബാബ് ഇതൊക്കെ പറയുന്നത് ദുനിയാവിലെ കാര്യം പരിഗണിച്ചിട്ടാണ്. അതല്ല എങ്കിൽ സ്വർഗത്തിൽ എല്ലാവർക്കും ഒരേ പ്രായമാണ്. മനസ്സിലായില്ലേ? ദുനിയാവിലെ നിലപാട് പരിഗണിച്ചിട്ടാണ് ഈ പ്രയോഗങ്ങൾ. അല്ല, സ്വർഗത്തിൽ എന്തില്ല ഷബാബും കുഹൂലും ഒന്നുമില്ല. കുഹൂൽ എന്ന് കഹലെന്ന് പറഞ്ഞാൽ 40 വയസ്സ് പൂർത്തിയായ ആൾക്കാണ് പറയുക. അതോടെ ഷബാബ് അവസാനിച്ചു, യൗവനം 40-ൽ അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ നോക്കൂ, ഷബാബ് അത് സൂചിപ്പിക്കുന്നത് ഏത് അവസ്ഥ പരിഗണിച്ചുകൊണ്ടാണ്? ദുനിയാവ് പരിഗണിച്ചുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ രണ്ട് സഹാബിമാർ പറഞ്ഞു വന്നത് ഉമറിൻ്റെ കാര്യമാണ് പറഞ്ഞതാണ്. അള്ളാഹു റബ്ബുൽ ആലമീൻ ശരി വെച്ച് അതാണ് മുനാഫിഖുകളുടെ കാര്യത്തിലുള്ള ശരി. പക്ഷേ ഞാൻ പറഞ്ഞത് എന്തിനാണ്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാരുണ്യം നോക്കൂ. സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രത്തോളം ആളുകൾ നന്നായി കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ചിരുന്നു. നബിക്ക് അത്രയും ഉപദ്രവം വരുത്തി വെച്ച ആളാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. അത്ര ഉപദ്രവം വരുത്തി വെച്ച ആളായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂൽ. നോക്കൂ, അവർ അള്ളാഹുവിനെ വഞ്ചിക്കാൻ ശ്രമിക്കുന്നു, കബളിപ്പിക്കാൻ ശ്രമിക്കുന്നു, മുഅ്മിനീങ്ങളെ കബളിപ്പിക്കാൻ ശ്രമിക്കുന്നു. വമാ യഖ്ദഊന ഇല്ലാ അൻഫുസഹും, യഥാർത്ഥത്തിൽ അവർ അവരെ തന്നെയാണ് കബളിപ്പിക്കുന്നത്. വമാ യശ്ഉറൂൻ, എന്നാൽ അവർ അക്കാര്യം മനസ്സിലാക്കുന്നില്ല, അത് തിരിച്ചറിയുന്നില്ല. കാരണം എന്താണ്? ആ വിവരം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു, കാപട്യം അവരെ ബാധിച്ചിരിക്കുന്നു. ഫീ ഖുലൂബിഹിം മറദുൻ ഫസാദഹുമുല്ലാഹു മറദാ വലഹും അദാബുൻ അലീമുൻ ബിമാ കാനൂ യക്ദിബൂൻ. ഫീ ഖുലൂബിഹിം മറദ്, അവരുടെ ഹൃദയങ്ങളിൽ മറദുണ്ട്, രോഗമുണ്ട്. ഫസാദഹുമുല്ലാഹു മറദാ, അള്ളാഹു അവർക്ക് രോഗം വർദ്ധിപ്പിച്ചു കൊടുത്തു. വലഹും അദാബുൻ അലീമുൻ, അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ടാകും. ബിമാ കാനൂ യക്ദിബൂൻ, അവർ കളവ് പറഞ്ഞത് കാരണത്താൽ. അവരുടെ ഹൃദയങ്ങളിൽ രോഗമുണ്ട്. നോക്കൂ നിങ്ങൾ, മുനാഫിഖിൻ്റെ ഹൃദയം രോഗം പിടിച്ച ഹൃദയമായിരിക്കും, മുഅ്മിനിൻ്റെ ഹൃദയം സലീമായ ഹൃദയമായിരിക്കും.
അതാണ് ഇബ്രാഹിം അലൈഹിസ്സലാം അള്ളാഹുവിനോട് പറഞ്ഞത്. റബ്ബ് സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്തത് നമുക്ക് കാണാം. ഇബ്രാഹിം അലൈഹിസ്സലാമിനെ അള്ളാഹു വിശേഷിപ്പിച്ചത് കാണാം, ഇദ് ജാഅ റബ്ബഹു ബിഖൽബിൻ സലീം, റബ്ബിൻ്റെ അരികിൽ സലീമായ ഹൃദയവുമായി ഇബ്രാഹിം അലൈഹിസ്സലാം വന്ന സന്ദർഭം. അതുപോലെ ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ ദുആയിൽ നമുക്ക് കാണാം, വലാ തുഖ്സിനി യൗമ യുബഅസൂൻ യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. അള്ളാഹുവേ, അന്ത്യനാളിൽ നീ എന്നെ അപമാനിക്കരുതേ, സമ്പത്തോ സന്താനങ്ങളോ പ്രയോജനപ്പെടാത്ത നാളിൽ, നീ ജനങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന നാളിൽ നീ എന്നെ അപമാനിക്കരുതേ, സമ്പത്തോ സന്താനങ്ങളോ പ്രയോജനപ്പെടാത്ത നാളിൽ, ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, സലീമായ ഹൃദയവുമായി അള്ളാഹുവിങ്കൽ എത്തിയവനൊഴികെ. എന്താണ് സലീമായ ഹൃദയം എന്നാൽ? സുരക്ഷിതമായ ഹൃദയം, ഷിർക്കിൽ നിന്ന് സുരക്ഷിതമായ തൗഹീദ് നിറഞ്ഞ ഹൃദയം, ബിദ്അത്തിൽ നിന്ന് സുരക്ഷിതമായ സുന്നത്ത് നിറഞ്ഞ ഹൃദയം, മഅസിയത്തുകളിൽ നിന്ന് പാപങ്ങളിൽ നിന്ന് ശുദ്ധമായ താഅത്ത് നിറഞ്ഞ ഹൃദയം. ഇതാണ് സലീമായ ഹൃദയം എന്ന് പറയുന്നത്. ഹൃദയത്തിലെ രോഗം എന്ന് പറഞ്ഞാൽ അത് രണ്ട് രോഗങ്ങളാണ്. ഒന്ന് ഷഹവത്തിൻ്റെ രോഗം, രണ്ട് ശുഭത്തിൻ്റെ രോഗം. ഒന്ന് ഷഹവത്തുകളുടെ വൃത്തികേടുകളോടുള്ള ആഗ്രഹം, തിന്മകളോടുള്ള ആഗ്രഹം, തിന്മകളുടെ രോഗം. രണ്ട് ശുഭത്തുകളുടെ ആശയക്കുഴപ്പങ്ങളുടെ രോഗം. ഈ രണ്ട് രോഗമാണ് കൽബിനെ ബാധിക്കുക. അത് ശുദ്ധീകരിച്ചു തരാൻ അള്ളാഹുവിനോട് എപ്പോഴും ദുആ ചെയ്യേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യഭിചാരത്തിന് ആഗ്രഹിച്ചു വന്ന ഒരാൾക്ക് വേണ്ടി ദുആ ചെയ്ത എന്താണ്? അല്ലാഹുമ്മ ഗ്ഫിർ ദംബഹ വതഹിർ ഖൽബഹ വഹസ്സിൻ ഫർജഹ. അല്ലാഹുവേ, ഇവനെ നീ പുറത്തു കൊടുക്കണമേ, ഇവൻ്റെ ഹൃദയം നീ ശുദ്ധീകരിക്കണമേ. വഹസ്സിൻ ഫർജഹ, ഇദ്ദേഹത്തിൻ്റെ ലൈംഗികാവയം അല്ലാഹുവേ നീ സംരക്ഷിക്കണമേ, ലൈംഗിക വിശുദ്ധി നൽകണമേ. അത് നമുക്ക് നമ്മുടെ കാര്യത്തിൽ ദുആ ചെയ്യാം. അല്ലാഹുമ്മ ഗ്ഫിർ ദംബി വതഹിർ ഖൽബി വഹസ്സിൻ ഫർജി. അള്ളാഹു എൻ്റെ തിന്മ പുറത്തു തരണേ, എൻ്റെ ഹൃദയം ശുദ്ധീകരിക്കണം, എനിക്ക് ലൈംഗിക വിശുദ്ധി നൽകണമേ എന്ന് സ്വന്തത്തിന് വേണ്ടി ദുആ ചെയ്യാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ദുആ ചെയ്ത് കാണാം. എന്താണ് മുനാഫിക്കുകളുടെ ഹൃദയങ്ങളിലെ രോഗം? സലഫുകൾ പറഞ്ഞത് കാണാം. ഒന്ന് ഷക്കിൻ്റെ രോഗമാണ്, സംശയത്തിൻ്റെ രോഗം. അതുപോലെ റിയാഇൻ്റെ രോഗം, ആളുകളെ കാണിക്കാനുള്ള അതിനുള്ള ത്വര, അത് രോഗമാണ്. ഹൃദയത്തിൽ രോഗമുള്ള ആളുകൾ ഉണ്ട്, വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരോട്, സ്ത്രീകളോട് അള്ളാഹു ഖുർആനിൽ സൂറത്തുൽ അഹ്സാബിൽ പറഞ്ഞത് കാണാം, ഫലാ തഖ്ദഅന ബിൽ ഖൗൽ, നിങ്ങൾ പുരുഷന്മാരോട് സംസാരിക്കേണ്ടി വന്നാൽ എന്ത് ചെയ്യരുത്? വാക്കിങ്ങനെ തേച്ച് മിനുക്കി മയപ്പെടുത്തി സംസാരിക്കരുത്, കൊഞ്ചിക്കുഴഞ്ഞ് സംസാരിക്കരുത്. ഫലാ തഖ്ദഅന ബിൽ ഖൗൽ വലാ തഖ്ദഅന ബിൽ ഖൗൽ ഫയത്മഅ അല്ലദീ ഫീ ഖൽബിഹി മറദുൻ. അങ്ങനെ നീ സംസാരിച്ചാൽ ഹൃദയത്തിൽ രോഗമുള്ളവന് പല ആഗ്രഹങ്ങളും തോന്നും. അപ്പോൾ നോക്കൂ, ഈ സ്ത്രീയുടെ സംസാരം മോശമായ ചിന്തകളിലേക്ക് നയിക്കുന്നു. എന്തുകൊണ്ടാണ്? അവൻ്റെ ഹൃദയത്തിൽ രോഗമുണ്ട്, ഫി ഖൽബിഹി മറദുൻ. അതുകൊണ്ട് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയില്ല ഇത് ഏത് കൽബുള്ളവനാണിത് എന്നറിയില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക? ഫഖുൽന ഖൗലൻ മഅറൂഫ, മാന്യമായ വാക്ക് മാത്രം പറയുക. അന്യപുരുഷന്മാരോട് സംസാരിക്കേണ്ടി വന്നാൽ എന്തു ചെയ്യുക? മാന്യമായ വാക്ക് മാത്രം പറഞ്ഞ് ഗൗരവത്തിന് സംസാരിച്ച്, ഒരു റീബത്തിന്, എന്തെങ്കിലും ഒരു മോശം ചിന്തക്ക്, മോശം ഊഹത്തിന് ഇടവരുത്താത്ത വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കുക. സ്ത്രീകളുടെ ശബ്ദം എന്ന് പറഞ്ഞാൽ അത് മുത്ലഖൻ, നിരുപാധികം ഔറത്തല്ല. മനസ്സിലായില്ലേ? എപ്പോഴും അതെന്തല്ല, ഔറത്തല്ല. മനസ്സിലായില്ലേ? അതേസമയം എപ്പോഴും എന്ത് ചെയ്യാൻ പാടില്ല, അത് വെളിപ്പെടുത്തുന്നതും ശരിയല്ല. അതുകൊണ്ടാണ് അദാനിനോ ഖുത്ബക്കോ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇമാമായിട്ടോ ആരില്ല? സ്ത്രീകളില്ല. അതേസമയം മുത്തലഖൻ ഔറത്താണോ? ഒരിക്കലും ശബ്ദം ഒരാവശ്യത്തിനും പുരുഷൻ കേൾക്കാൻ പാടില്ല എന്നാണോ? അല്ല. മറിച്ച് ചില ആവശ്യങ്ങളുണ്ടാവും. ചിലപ്പോൾ പുരുഷനോട് പെണ്ണിന് എന്തെങ്കിലും പറയേണ്ടി വരും. അങ്ങനെ പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബി വനിതകൾ സംസാരിച്ചിട്ടുണ്ട്, കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അന്യപുരുഷന്മാരോട് അങ്ങനെ സംസാരിക്കേണ്ടി വന്നാൽ അതല്ലാത്ത വഴിയുണ്ടോ, അല്ലാത്ത വഴി ഉപയോഗിക്കുക. ആണുങ്ങളോട് പറഞ്ഞ് കാര്യം പറയാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ പറയുക. അല്ലെങ്കിൽ സംസാരിക്കേണ്ട ആവശ്യമുള്ള പുരുഷനോട് കാര്യം എത്തിച്ചു കൊടുക്കാൻ ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ, അയാളുടെ ഉമ്മയോ അയാളുടെ ഭാര്യയോ മറ്റോ ഉണ്ടെങ്കിൽ അങ്ങനെ പറയുക. അതല്ല എങ്കിൽ നേരിട്ട് പറയേണ്ടി വന്നോ, അള്ളാഹു പറഞ്ഞു ഫഖുൽന ഖൗലൻ മഅറൂഫ, നിങ്ങൾ എന്ത് ചെയ്യുക? മാന്യമായ വാക്ക് പറയുക. കാരണം സംസാരം എന്ന് പറയുന്നത്, സ്ത്രീകളുടെ സംസാരം എന്നത് പുരുഷനെ ആകർഷിക്കുന്ന കാര്യമാണ്. സ്ത്രീയുടെ ശബ്ദം പുരുഷൻ്റെ ശബ്ദം പോലെയല്ല, അത് ആകർഷണീയമായ ശബ്ദമാണ്. അള്ളാഹു റബ്ബുൽ ആലമീൻ ഈ രണ്ട്
കൂട്ടരെയും പുരുഷനെയും സ്ത്രീകളെയും പരസ്പരം ആകർഷിക്കുന്നവരാക്കിയിരിക്കുന്നു. കാരണം അങ്ങനെയാണ് മനുഷ്യകുലം നിലനിൽക്കുക. കണ്ട പരസ്പരം വെറുപ്പ് തോന്നുന്നവരാണ് ഈ രണ്ട് കൂട്ടർ എങ്കിൽ ഈ ഉമ്മത്ത് നിലനിൽക്കുകയില്ല, മനുഷ്യകുലം നിലനിൽക്കുകയില്ല. അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ റഹ്മത്തായിക്കൊണ്ട് അവൻ്റെ ഹിക്മത്തിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ നിശ്ചയിച്ചിട്ടുള്ളത്. അത് അള്ളാഹു റബ്ബുൽ ആലമീൻ നിശ്ചയിച്ച നിയമങ്ങൾക്കുള്ളിൽ നിന്നാൽ അത് നമുക്ക് സൗഭാഗ്യവും സന്തോഷവും സമാധാനവും സമൂഹത്തിൽ എല്ലാ ഖൈറും നേടിത്തരും. അല്ല അതിൽ വീഴ്ച വരുത്തിയ ഒരു സമൂഹം ഒന്നാകെ നശിച്ചു പോവും, കുടുംബവും എല്ലാ മനുഷ്യൻ്റെ മൂല്യങ്ങളും നശിച്ചു പോവും. ഈ കാര്യത്തിൽ ആളുകൾ അള്ളാഹുവിൻ്റെ ദീൻ അനുസരിച്ചില്ല എങ്കിൽ അതനുസരിക്കുന്ന തോതനുസരിച്ച് ഓരോ സമൂഹവും നല്ല മൂല്യങ്ങളുള്ള സുരക്ഷിതമായ സമാധാനത്തിലുള്ള അന്തസ്സുള്ള സമൂഹമായിരിക്കും. അതെത്ര ഒഴിവാക്കിയോ അതിനനുസരിച്ച് ആ സമൂഹം ദുഷിച്ചിരിക്കും. നസ്അലുല്ലാഹൽ ആഫിയ വസ്സലാമ. പറഞ്ഞു വന്ന് നോക്കൂ, ഹൃദയങ്ങളിൽ രോഗം ഉള്ളവരാണ് മുനാഫിക്കുകൾ. അള്ളാഹു അവരുടെ രോഗം വർദ്ധിപ്പിച്ചു എന്നാണ് പറയുന്നത്. സുബ്ഹാനല്ലാഹ്, ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്ത്? അള്ളാഹു ഒരു കൂട്ടരുടെ രോഗം വർദ്ധിപ്പിച്ചു. കാരണം അവരുടെ ഹൃദയം അത് നന്മയ്ക്ക് യോജിച്ചതല്ല. അങ്ങനെയുള്ള മോശമായ ഹൃദയമാണ് അള്ളാഹു അവരിൽ കണ്ടത്. അപ്പോൾ എന്തായി? അതിന് ശിക്ഷ, ആ രോഗം വർദ്ധിച്ചു. ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, വനുഖല്ലിബു അഫ്ഇദതഹും വഅബ്സാറഹും കമാ ലം യുഅ്മിനൂ ബിഹി അവ്വല മറ. ആദ്യത്തെ തവണ അവർ വിശ്വസിച്ചില്ല എന്നതുപോലെ അള്ളാഹു പറയുകയാണ്, നാം അവരുടെ കണ്ണുകളും അവരുടെ ഹൃദയങ്ങളും തിരിച്ചിട്ട് കളഞ്ഞു. അവർ ചെയ്ത തിന്മ അതിനേക്കാൾ വലിയ തിന്മയിലേക്ക് അവരെ കൊണ്ടുപോയി. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു തിന്മ മറ്റൊരു തിന്മയിലേക്ക്, അതിനേക്കാൾ മോശമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോകും. നമുക്കെന്ത് വേണം? ഇത് ശുദ്ധീകരിക്കാനുള്ള ആഗ്രഹം വേണം. അള്ളാഹുവിൻ്റെ മുന്നിൽ കരഞ്ഞ് തേടേണ്ട കാര്യമാണെന്ത്? നമ്മുടെ കൽബിന് വേണ്ടി, അത് നന്നാക്കാൻ വേണ്ടി. കാരണം അത് നന്നായാലാണ് ശരീരം നന്നാവുക, ബാക്കിയുള്ള നന്നാവുക. കൽബ് എന്നത് മലിക്കുല്ല അള്ളാഹ്, ശരീരത്തിൻ്റെ മുഴുവൻ ബാക്കിയുള്ള അവയവങ്ങളുടെ മുഴുവൻ മലിക്കാണ്, രാജാവാണ്. കൽബിനാണ് ബാക്കി അവയവങ്ങൾ അനുസരിക്കുന്നത്. അത് നന്നാകാതെ ബാക്കിയൊന്നും നന്നാവുകയില്ല. അത് നന്നാകാതെ ബാക്കിയുള്ള നന്നാവുകയില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു, തഖ്വ ഹാഹുന, ഇവിടെയാണ് തഖ്വ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹൃദയത്തിലേക്ക് ചൂണ്ടി പറഞ്ഞു. കാരണം അവിടെ തഖ്വ ഇല്ല എങ്കിൽ സുബ്ഹാനല്ലാഹ് ബാക്കിയുള്ളതിലേക്ക് തഖ്വ വരികയില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ഹൃദയങ്ങളിലെ രോഗം വളരെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ശരീരത്തിലെ രോഗത്തെക്കാൾ അപകടമാണത്. നമുക്കത് അജ്ഞതയുടെ, അതുപോലെ വഴികേടിൻ്റെ, തിന്മകളുടെ ഒക്കെ രോഗമാണ്. അതിനുള്ള മരുന്ന് നീ അള്ളാഹുവിൻ്റെ വഹി കൊണ്ട് നിൻ്റെ ഹൃദയം, ആ വെളിച്ചം നിൻ്റെ ഹൃദയത്തിൽ നിറക്കുക എന്നതാണ്. അള്ളാഹുവിൻ്റെ വഹി അത് പ്രകാശമാണ്. അതുപോലെ അള്ളാഹുവിൻ്റെ വഹി അത് റൂഹാണ്, ആത്മാവാണ്. അതില്ലെങ്കിൽ ഹൃദയം ചത്ത ഹൃദയമാണ്, മയ്യിത്തായ ഹൃദയം. അള്ളാഹു യഹൂദരുടെ ഹൃദയത്തെക്കുറിച്ച് പറഞ്ഞില്ലേ, സുമ്മ ഖസത് ഖുലൂബുക്കും, പിന്നെ നിങ്ങളുടെ ഹൃദയം കടുത്തുറച്ചുപോയി. എത്രത്തോളം? അതൊരു പാറ പോലെ ആയിത്തീർന്നു, അല്ലെങ്കിൽ അതിനേക്കാൾ കടുത്തതായി തീർന്നു. സുബ്ഹാനല്ലാഹ്, ഹൃദയം കടുത്താൽ അത് എന്തായിത്തീരും? പാറ കണ്ടിട്ടില്ലേ നിങ്ങൾ? കടുത്തുറച്ച പാറകൾ അതുപോലെ ആയിത്തീരും. ഒരിറ്റ് അലിവില്ലാത്ത ഹൃദയങ്ങൾ നിങ്ങൾ ആളുകൾ കാണുന്നില്ല, നിങ്ങൾ വാർത്തകൾ വായിക്കുന്നില്ലേ? സുബ്ഹാനല്ലാഹ്, എങ്ങനെയാണ് ഒരു മനുഷ്യന് ഇത് ചെയ്യാൻ സാധിക്കുക എന്ന് നമുക്ക് തോന്നുന്ന, സങ്കല്പിക്കാൻ സാധിക്കാത്ത, സലീമായ ഹൃദയമുള്ള ഒരാൾക്ക് സങ്കല്പിക്കാൻ സാധിക്കാത്ത തിന്മകൾ ആളുകൾ ചെയ്യുന്നത് കാണുന്നത്. എന്തേ സംഭവിച്ചത്? നമുക്കുള്ളതുപോലെ ശരീരം അവനുണ്ട്, ഹൃദയമുണ്ട്. പക്ഷേ ഹൃദയം ഈ രൂപത്തിൽ ദുഷിച്ചു പോയിരിക്കുന്നു. ഹൃദയം ദുഷിച്ചാൽ പിന്നെ അവന് ചെയ്തുകൂടാത്തതായി ഒന്നും ഉണ്ടാവുകയില്ല. അവൻ മൃഗങ്ങളെക്കാൾ മോശക്കാരനായിത്തീരും, അങ്ങേറ്റം മോശക്കാരനായിത്തീരും. ഒക്കെ ഈ ഹൃദയമാണ്. അത് കടുത്തുറച്ചു പോയി എന്ന് അള്ളാഹു യഹൂദരെ കുറിച്ച് പറഞ്ഞു. അതുകൊണ്ടാണ് നോക്കൂ, ആ ആളുകൾ ചെറിയ കുട്ടികളെ കൊല്ലാൻ അവർക്ക് യാതൊരു തടസ്സവുമില്ല, അവർക്കൊന്നും തോന്നുന്നില്ല. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ അമ്പിയായിനെ കൊന്നു കളഞ്ഞവർക്ക് എന്ത് തടസ്സം? അള്ളാഹുവിൻ്റെ നബിമാരെ കൊന്നു കളഞ്ഞ് ആ കൊലപാതകം അഭിമാനമായി കൊണ്ടു നടക്കുന്ന ആളുകൾ. ഇന്ന ഖതൽനൽ മസീഹ ഈസ ഇബ്നു മറിയം, മസീഹിൻ്റെ മകൻ ഈസ ഇബ്നു മറിയമിനെ ഞങ്ങൾ കൊന്നിരിക്കുന്നു എന്ന് അഭിമാനം പറഞ്ഞവരാണ് ആര്? യഹൂദികൾ. അവർ കൊന്നിട്ടില്ല എന്നത് യാഥാർത്ഥ്യം. അതാണ് യാഥാർത്ഥ്യം. അള്ളാഹു ഉയർത്തിക്കൾ ഞങ്ങൾ കൊന്നു എന്ന് പറയുന്ന ആളുകളാണ്. യഹ്യ അലൈഹിസ്സലാമിനെ, സക്കരിയ അലൈഹിസ്സലാമിനെ കൊലപ്പെടുത്തിയ ആളുകളാണ്. തലവെട്ടിയും രണ്ടായി ഈർന്നിട്ടൊക്കെയാണ് കൊന്നത്. ആരെ? അള്ളാഹുവിൻ്റെ നബിമാരെ. സുബ്ഹാനല്ലാഹ്. പിന്നെ കുട്ടികളെ, സാധുക്കളെ
കൊലപ്പെടുത്തുന്നതിൽ എന്ത് മനസ്താപം അവർക്കുണ്ടാകാനാണ്? എന്തേ കാരണം? അള്ളാഹു പറഞ്ഞതാണ്, ഹൃദയം കടുത്തുറച്ചു പോയി. ഖസാവത്തുൽ ഖൽബ്, വളരെ വളരെ ശ്രദ്ധിക്കണം, ഹൃദയം കടുത്തു പോകാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കണം. അള്ളാഹു മുഅ്മിനീങ്ങളെ കുറിച്ച് പറഞ്ഞു, അലം യഅനി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ് വമാ നസല മിനൽ ഹഖ് വലാ യകൂനു കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ൽ ഫതാല അലൈഹിമുൽ അമദു ഫഖസത് ഖുലൂബുഹും വകസീറു മിൻഹും ഫാസിഖൂൻ. അലം യഅനി ലില്ലദീന ആമനു, മുഅ്മിനീങ്ങൾക്ക് നേരമായില്ലേ, അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്, അള്ളാഹുവിൻ്റെ ദിക്റിലേക്ക് അവരുടെ ഹൃദയം പേടിയോടെ വരാൻ, വമാ നസല മിനൽ ഹഖ്, അവർക്ക് അവതരിപ്പിക്കപ്പെട്ട സത്യത്തിലേക്ക് അവരുടെ ഹൃദയം ഖുശൂഅോടെ വരാൻ മുഅ്മിനീങ്ങൾക്ക് നേരമായില്ലേ. വലാ യകൂനു കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ൽ, കിതാബ് നേരത്തെ നൽകപ്പെട്ടവരെ പോലെ ആകാതിരിക്കാൻ എന്താണ് അവർക്ക് സംഭവിച്ചത്? ഫതാല അലൈഹിമുൽ അമദ്, കാലം ഇങ്ങനെ കഴിഞ്ഞപ്പോൾ ഫഖസത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ കടുത്തുറച്ചു പോയി. വകസീറു മിൻഹും ഫാസിഖൂൻ, അവരിൽ ധാരാളം പേർ ഫാസിഖുകളാണ്, അള്ളാഹുവിനെ ധിക്കരിക്കുന്നവരാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞങ്ങൾ മുസ്ലിമീങ്ങളായി വമാ ബൈന ഇസ്ലാമിന വബൈന അൻ ആതബന അല്ലാഹു ബിഹാദിഹിൽ ആയത്തി ഇല്ലാ 4 സിനീൻ, ഞങ്ങൾ മുസ്ലിമീങ്ങളായി ഈ ആയത്ത് കൊണ്ട് അള്ളാഹു ഞങ്ങളെ ശാസിക്കാൻ 4 കൊല്ലം മാത്രമേ വേണ്ടി വന്നുള്ളൂ. കാരണം ആയത്തിന് എന്തുണ്ട്? പഴയ കാലക്കാർക്ക് കാലം കഴിഞ്ഞപ്പോൾ അവരുടെ ഹൃദയം കടുത്തുറച്ചു പോയി. മുഅ്മിനീങ്ങൾ ഇസ്ലാം സ്വീകരിച്ച് 4 വർഷം കൊണ്ട് അള്ളാഹു പറയുകയാണ്, മുഅ്മിനീങ്ങൾക്ക് സമയമായില്ലേ. പഴയ കാലത്ത് കൊടിയ കുറ്റവാളികളായിരുന്ന, പിന്നീട് ഇസ്ലാമിൻ്റെ ഇമാമുമാരായി തീർന്ന ചില ആളുകൾ, അവർ ഫുദൈൽ ഇബ്നു ഇയാദിനെ പോലുള്ള ആളുകൾ, അവരുടെ തൗബയുടെ കഥയിൽ കേൾക്കാം, ഈ ആയത്തായിരുന്നു അവരെ മാറ്റിയത് എന്ന്. ഈ ആയത്ത് കേട്ടപ്പോൾ അലം യഅനി ലില്ലദീന ആമനു, മുഅ്മിനീങ്ങൾക്ക് സമയമായില്ലേ, അവരുടെ ഹൃദയം ഭക്തിയോടെ പേടിയോടെ അള്ളാഹുവിലേക്ക് അവൻ്റെ ദിക്റിലേക്ക് വരാൻ. അപ്പോൾ അവർ പറഞ്ഞത്രേ, സമയമായി. അപ്പോൾ നോക്കൂ, ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം. കാലം കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? പണ്ട് അള്ളാഹുവിൻ്റെ ആയത്തുകൾ കേൾക്കുമ്പോൾ ഉണ്ടായിരുന്ന, നല്ല ഉപദേശം കേൾക്കുമ്പോൾ ഉണ്ടായിരുന്ന മാറ്റമോ ചലനമോ ഹൃദയത്തിന് ഇപ്പോൾ കാണുന്നില്ല. പഴയ താല്പര്യം, നന്മകളോട് അറിവ് പഠിക്കാനും പ്രാവർത്തികമാക്കാനും ഉള്ള താല്പര്യം ഇപ്പോൾ കാണുന്നില്ല. എന്താണ് ഇത് സംഭവിക്കുന്നത്? ഇതാണ് താല അലൈഹിമുൽ അമദ്, കാലം കഴിയുമ്പോൾ മടുപ്പ് ബാധിക്കുകയാണ്, കൽബിന് ഖസ്വത്ത് ബാധിക്കുകയാണ്, അത് കടുത്തുറച്ചു പോവുകയാണ്. അള്ളാഹുവിനോട് നിരന്തരം നമ്മൾ ഈമാൻ പുതുക്കി നൽകാൻ ദുആ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈമാൻ പഴയ വസ്ത്രം നുരുമ്പുന്നത് പോലെ നിങ്ങളുടെ ഹൃദയത്തിൽ നുരുമ്പിപ്പോകും. ഇന്നൽ ഈമാന ല യഖ്ലഖു കമാ യഖ്ലഖു ഥൗബ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, എന്ത്? ഈമാൻ പഴയ വസ്ത്രം നുരുമ്പുന്നത് പോലെ നിങ്ങളുടെ ഹൃദയത്തിൽ നുരുമ്പിപ്പോകും. എന്താ വസ്ത്രത്തിന് സംഭവിക്കും? നിങ്ങൾ നോക്കൂ, അത് വാങ്ങിയ ദിവസങ്ങളിലെ നിറമല്ല, കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ ആ ബലം അതിനില്ല, അതിൻ്റെ നൂലുകളൊക്കെ ബലം കുറഞ്ഞു പോയിരിക്കുന്നു. ഇതുപോലെ ഈമാൻ നിങ്ങളുടെ ഹൃദയത്തിൽ ബലം കുറഞ്ഞു പോകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അള്ളാഹുവിനോട് ഈമാൻ പുതുക്കി തരാൻ ദുആ ചെയ്യണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തേടിയത് കാണാം. അതുകൊണ്ട് ഹൃദയങ്ങൾ, നമ്മൾ ഖൽബിൻ്റെ കാര്യം വളരെ വളരെ ശ്രദ്ധിക്കുക. അത് കാലം കഴിയുമ്പോൾ കൈവിട്ടു പോകാതിരിക്കാൻ. അള്ളാഹുവിൻ്റെ വിരലുകൾക്കിടയിലാണ് ഹൃദയം. അതുകൊണ്ട് അവനോട് ധാരാളമായി ദുആ ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബി ആവർത്തിച്ച, ധാരാളമായി ചൊല്ലിയിരുന്ന ദുആ ആയിരുന്നു, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന റബ്ബേ, എൻ്റെ ഹൃദയത്തെ നിൻ്റെ ദീനിൽ നീ ഉറപ്പിച്ചു നിർത്തണേ എന്ന ദുആ. നോക്കൂ, മുനാഫിക്കുകളുടെ രോഗങ്ങൾ ഈ പറഞ്ഞതാണ്. അതായത് റിയാ, ശക്ക്, ലോകമാന്യം, ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യുക, ദീനിൻ്റെ കാര്യത്തിൽ സംശയിക്കുക, ഇതുപോലുള്ള രോഗങ്ങളായിരുന്നു അവരുടെ ഹൃദയങ്ങളിലെ രോഗങ്ങൾ. ആ രോഗങ്ങൾ വരാതിരിക്കാൻ ഹൃദയത്തെ വളരെ സംരക്ഷിച്ച് നിർത്തുക. മോശമായതൊന്നും കേൾക്കാതെ, മോശമായത് കാണാതെ, നല്ലത്, ഹൃദയത്തിന് ഈമാൻ നിലനിർത്തി തരുന്നത് മാത്രം കേട്ട് അതുമാത്രം കണ്ട് അങ്ങനെ ജീവിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വലഹും അദാബുൻ അലീമുൻ, അവർക്ക് വേദനയേറിയ ശിക്ഷ ഉണ്ടാകും. ബിമാ കാനൂ യക്ദിബൂൻ, അവർ കളവ് പറയുന്നത് കാരണത്താൽ. അപ്പോൾ നോക്കൂ, മുനാഫിക്കുകളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്വഭാവമാണെന്ത്? കളവെന്ന് പറയുന്നത്. കളവ് പറയുക അവരുടെ പ്രധാനപ്പെട്ട ഒരു സ്വഭാവമാണ്. എന്നാൽ മുഅ്മിനീങ്ങൾ സിദ്ഖിൻ്റെ, സത്യസന്ധതയുടെ ആളുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രധാനപ്പെട്ട അടയാളമാണെന്ത്? സത്യസന്ധത. എതിരാളികൾക്ക് പോലും അതിൽ സംശയമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യത്തെ ജനങ്ങളെ വിളിച്ചുള്ള താക്കീതിൽ ചോദിച്ച എന്താണ്? ഞാൻ ഇതിനപ്പുറത്തൊരു സൈന്യം നിങ്ങളെ ആക്രമിക്കാൻ വരുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? അവർ പറഞ്ഞു, ഉറപ്പായും വിശ്വസിക്കും. കാരണം നിങ്ങളൊരു കളവ് പറഞ്ഞാൽ ഞങ്ങൾക്ക് പരിചയമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്ഖ് നബിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളങ്ങളിലൊന്നാണ്.
ഈ ദീൻ സിദ്ഖിൻ്റെ ദീനാണ്. കാരണം ഈ ദീൻ, ഈ വഹി അള്ളാഹു കൊടുത്തയച്ചത് ആരുടെ കയ്യിലാണ്? റൂഹുൽ അമീൻ. റൂഹുൽ അമീൻ എന്നാണ് ജിബ്രീലിനെ അള്ളാഹു വിശേഷിപ്പിച്ചത്. നമ്മുടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ എതിരാളികൾ പോലും വിളിച്ചത് എന്താണ്? സാദിഖുൽ അമീൻ, അമീനാണ്. ഈ ദീനിൽ നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ് നമുക്ക് സ്വീകാര്യോഗ്യമായി കിട്ടണമെങ്കിൽ അതിനുള്ള നിബന്ധനയാണ് എന്ത്? ആ ഹദീസ് ഉദ്ധരിച്ചവരൊക്കെ അവരുടെ പ്രധാനപ്പെട്ട നിബന്ധന അവർ സത്യസന്ധരായിരിക്കണം എന്നതാണ്. സത്യസന്ധയുടെ പുറത്താണ് ഈ ദീൻ നിൽക്കുന്നത്. അതില്ലെങ്കിൽ എന്തില്ല? ദീനില്ല. അതുകൊണ്ട് സിദ്ഖ് വളരെ ശ്രദ്ധിക്കുക. അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനു മഅസ്സാദിഖീൻ. മുഅ്മിനുകളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക, സത്യസന്ധരോടൊപ്പം നിൽക്കുക. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലൈക്കും ബിസ്സിദ്ഖ് ഫഇന്ന الصدق يهدي إلى البر وإن البر يهدي إلى الجنة وإن الرجل لا يصدق ويتحرى الصدق حتى يكتب عند الله صديقا. നിങ്ങൾ സത്യം മുറുകെ പിടിക്കുക. സത്യം നന്മയിലേക്കും നന്മ സ്വർഗത്തിലേക്കും നയിക്കും. ഒരാൾ സത്യം പറയാൻ എപ്പോഴും ശ്രദ്ധിക്കും. അങ്ങനെ ഒടുവിൽ അള്ളാഹു അവനെ അവൻ്റെ അരികിൽ എന്ത് രേഖപ്പെടുത്തും? സിദ്ദീഖ് എന്ന് രേഖപ്പെടുത്തും. ഇയ്യാക്കും വൽ കദിബ്, നിങ്ങൾ കളവിനെ സൂക്ഷിക്കുക. ഫഇന്നൽ കദിബ യഹ്ദി ഇലൽ ഫുജൂർ വഇന്നൽ ഫുജൂറ യഹ്ദി ഇലൻ നാർ. കളവ് തിന്മയിലേക്കും തിന്മ നരകത്തിലേക്കും നയിക്കും. വഇന്നർ റജുല ലയക്ദിബ് വയതഹറൽ കദിബ ഹത്താ യുക്തബ ഇൻദല്ലാഹി കദ്ദാബ. ഒരാൾ കളവ് പറഞ്ഞ് അത് പിന്നെ ശീലമായി അള്ളാഹുവിങ്കിൽ അവൻ ഖദ്ദാബ്, പെരും നുണയനെന്ന് രേഖപ്പെടുത്തപ്പെടും. സുബ്ഹാനല്ലാഹ്, നമ്മുടെ പേര് അള്ളാഹുവിങ്കിൽ സിദ്ദീഖ് എന്ന് രേഖപ്പെടുത്തപ്പെടണോ, ഖദ്ദാബ് എന്ന് രേഖപ്പെടുത്തപ്പെടണോ? ഏതായിരിക്കും നമ്മൾ ഇഷ്ടപ്പെടുന്നത്? ബുദ്ധിയുള്ള ഒരാൾ റബ്ബിൻ്റെ അരികിലാണ്, ഏതെങ്കിലും രേഖയിലല്ല, അള്ളാഹുവിങ്കിൽ സിദ്ദീഖ് എന്ന് രേഖപ്പെടുത്തപ്പെടാൻ നമ്മൾ ശ്രദ്ധിക്കുക. ഖദിബ് അത് മുനാഫിഖുകളുടെ സ്വഭാവമാണ്. വളരെ വളരെ സൂക്ഷിക്കുക. സത്യം എന്നും മുറുകെ പിടിക്കുക. അതിനാണ് വിജയമുള്ളത്, അതിനാണ് ശാശ്വത വിജയമുള്ളത്. യൗമ യൻഫഉ സ്സാദിഖീന സിദ്ഖുഹും. അന്ത്യനാളിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് എന്താണ്? സത്യസന്ധർക്ക് അവരുടെ സത്യസന്ധത പ്രയോജനപ്പെടുന്ന നാൾ. യൗമ യൻഫഉ സ്സാദിഖീന സിദ്ഖുഹും എന്നാണ് അള്ളാഹു സത്യസന്ധതയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ കിതാബിലെ നന്മകൾ, അവൻ പഠിപ്പിച്ച ഈ ഹുദ, അത് പഠിക്കാനും അത് ജീവിതത്തിൽ പാലിക്കാനും ഈ പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും അവൻ്റെ മഹത്തായ ഫദ്ൽ കൊണ്ട് തൗഫീഖ് ഏകുമാറാകട്ടെ.